everyone, welcome back to my channel. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ മിക്കവരും നടന്നിട്ടായിരിക്കും നമ്മൾ ISTQBയുടെ വേർഷൻ 4.0 അനുസരിച്ചുള്ള സിലബസ് അനുസരിച്ചിട്ടുള്ള മൊഡ്യൂൾസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. നമ്മൾ ഫസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഐ തിങ്ക് ലാസ്റ്റ് വീക്കാണ് ഇട്ടത്. അതിൽ ഞാൻ കൊടുത്തിരുന്ന കോണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഹൗ ടു പ്രിപ്പയർ ഫോർ ISTQB എക്സാം എന്നാണ്. സോ അത് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. നല്ല ഹെൽപ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആയിരുന്നു. കാരണം മിക്കവർക്കും ഒരു ഡൗട്ടാണ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ. പലർക്കും ടെൻഷനാണ്, ഇത്രയും ഫീസ് കൊടുത്ത് അറ്റൻഡ് ചെയ്യുന്ന എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഡൗട്ട്സ്. സോ ആ വീഡിയോ കണ്ടവർക്ക് ഒരുപാട് ഹെൽപ്പ് ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് തൊട്ട് 1 by 1 ആയിട്ട് ഓരോ മൊഡ്യൂൾസും കവർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മളൊരു 1 year ബാക്ക് വേർഷൻ 3.1 അനുസരിച്ചിട്ടുള്ള സിലബസ് അനുസരിച്ചിട്ടുള്ള കംപ്ലീറ്റ് മൊഡ്യൂൾസ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല റെസ്പോൺസാണ് നമുക്ക് ആ ഒരു സീരീസ് ഓഫ് വീഡിയോസിന് കിട്ടിക്കൊണ്ടിരുന്നത്. സോ പുതിയൊരു സിലബസ് അവർ കൊണ്ടുവന്നപ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വേർഷൻ 4.0 അനുസരിച്ചിട്ടുള്ള വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ ഓർത്തു ഓക്കെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫസ്റ്റ് മൊഡ്യൂളിൻ്റെയാണ്, അതായത് ഫണ്ടമെന്റൽസ് ഓഫ് ടെസ്റ്റിംഗ്. നമുക്ക് മിക്കവർക്കും തന്നെ കോൺഫിഡൻസ് ഉണ്ട് മാനുവൽ ടെസ്റ്റിംഗ്, അത് നമുക്കിത് അറിയാമെന്നുള്ളത്. പക്ഷെ ആ കോൺഫിഡൻസ് കൊണ്ട് മാത്രമായിട്ട് നമുക്ക് ISTQB ക്ലിയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ നമ്മൾ ഇന്ന് കവർ ചെയ്ത് ഫണ്ടമെന്റൽസ് ഓഫ് ടെസ്റ്റിംഗ് എന്ന ഫസ്റ്റ് മൊഡ്യൂളാണ്. അപ്പം ഞാൻ പറയുന്നത് പലവട്ടം പറഞ്ഞൊരു കാര്യമാണ്, അതായത് നമ്മളിങ്ങനെ കുറച്ച് വീഡിയോസോ കുറച്ച് മോക്ക് ക്വസ്റ്റ്യൻസ് മാത്രം നോക്കിക്കൊണ്ട് പോകരുത്. നമ്മളുടെ ഒരു സിലബസ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു PDF ആണ്. ISTQB ഓർഗനൈസേഷൻ തന്നെ ക്രിയേറ്റ് ചെയ്ത PDF ആണ്. സോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും, ചെക്ക് ചെയ്ത് നോക്കുക. PDF ഡൗൺലോഡ് ചെയ്യുക. ആ PDFൽ ആ ഒരു സിലബസ് മാത്രമല്ല വരുന്നത്, ആ ഒരു കംപ്ലീറ്റ് മെറ്റീരിയലാണ്. സോ നിങ്ങൾ ഓരോ മൊഡ്യൂൾസ് കവർ ചെയ്യുമ്പോഴത്തേക്കും ആ മെറ്റീരിയലിൽ ആ ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ കൊടുത്തേക്കുന്നത്, ഫുൾ നോട്ട്സ് അല്ലെ ഫുൾ എന്താ പറയുക കോണ്ടന്റ്, അത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് 2 തവണയെങ്കിലും വായിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രമേ എക്സാമിന് വേണ്ടി പോകാൻ പാടുള്ളൂ. ഓക്കെ, ദെൻ അതിനുശേഷം നിങ്ങൾ എൻ്റെ വീഡിയോസോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ ചെയ്തേക്കുന്ന വീഡിയോസോ അല്ലെങ്കിൽ മറ്റ് വെബ്സൈറ്റ്സോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പ്രിപ്പയർ ചെയ്യാം. പക്ഷെ മറക്കരുത്, ആ ഒരു മെറ്റീരിയൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത് ഒരു PDF വെച്ചിട്ടാണ്. സോ ആ ഒരു ടോപ്പിക് ഓർ മൊഡ്യൂളിൽ വരുന്ന സബ് മൊഡ്യൂൾസ് ഉണ്ട്. സോ ഓരോ സബ് മൊഡ്യൂൾസും എടുത്തിട്ട് അതിലെ മെയിൻ പോയിന്റ്സ് ആയിരിക്കും നമ്മൾ കവർ ചെയ്ത് പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയായിരിക്കും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് വിത്ത് എക്സാമ്പിൾസ്. സോ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു നോട്ട്ബുക്കും പേന എടുക്കാൻ മറക്കരുത്. മെയിനായിട്ടുള്ള നോട്ട്സ് ഒക്കെ ഒന്ന് മേക്ക് ചെയ്ത് പോവുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. അത് വെച്ചിട്ട് വേണം നിങ്ങൾ എക്സാം പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ വലിച്ചു നീട്ടില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുൻപായിട്ടൊരു കാര്യം പറയട്ടെ, നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ നമുക്ക് മൊഡ്യൂൾ 1 വരുന്ന കോണ്ടന്റ്സ് എന്നൊക്കെയാന്ന് നോക്കാം. ഫണ്ടമെന്റൽസ് ഓഫ് ടെസ്റ്റിംഗ് ആണ് വരുന്നത്. സോ അവിടെ 180 minutes ആണ് നമ്മുടെ സിലബസ് അനുസരിച്ച് നമുക്ക് പ്രിപ്പറേഷൻ വേണ്ടി പറഞ്ഞേക്കുന്നത്. ഓക്കെ, അവർ ജസ്റ്റ് ആവറേജ് ടൈം പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. ദെൻ ഇതിന്റെ കണ്ടന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കിയേ, വാട്ട് ഇസ് ടെസ്റ്റിംഗ്, ടെസ്റ്റ് ഒബ്ജക്റ്റീവ്സ്, ടെസ്റ്റിംഗ് ആൻഡ് ഡീബഗിംഗ്, വൈ ടെസ്റ്റിംഗ് ഇസ് നെസസറി. പിന്നെ അതിന്റെ സബിൽ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ടെസ്റ്റിംഗ് പ്രിൻസിപ്പിൾസ്, ടെസ്റ്റ് ആക്ടിവിറ്റീസ്, ടെസ്റ്റ് ആൻഡ് ടെസ്റ്റ് റൂൾസ്, പിന്നെ എസെൻഷ്യൽ സ്കിൽസ് ആൻഡ് ഗുഡ് പ്രാക്ടീസസ് ഇൻ ടെസ്റ്റിംഗ്. ഇത്രയും കാര്യം പിന്നെ ഇതിൻ്റെയൊക്കെ സബ് വരുന്നുണ്ട് കേട്ടോ. സോ ഇത്രയും ആണ് മെയിൻ ആയിട്ട് ഈ ഫണ്ടമെന്റൽസ് ഓഫ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. സോ ഞാൻ പ്രിപ്പയർ ചെയ്തേക്കുന്ന ഈ നോട്ട്സ് എന്ന് പറഞ്ഞാൽ ഈ കംപ്ലീറ്റ് മൊഡ്യൂൾ 1 വരുന്ന എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം ഞാൻ ഒരു PPT ആയിട്ട് പ്രസന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ബട്ട് നിങ്ങൾ ഇത് നോക്കി പഠിക്കുക, ഞാൻ പറഞ്ഞ പ്രസന്റേഷൻ പഠിക്കുക. ഒപ്പം തന്നെ അത് മാത്രം വെച്ചോണ്ടിരിക്കരുത്. ഒപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ സിലബസ് എടുത്തിട്ട് ഇതിൽ കണ്ടോണം മൊഡ്യൂൾ 1 എന്ന് പറഞ്ഞ് കാണിക്കുന്നത് കണ്ടോ, ഫണ്ടമെന്റൽസ് ഓഫ് ടെസ്റ്റിംഗ് ആണ് മൊഡ്യൂൾ 1. അതിന്റെ കംപ്ലീറ്റ് നോട്ട്സ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആ ഒരു മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട്. സോ ലൈൻ ബൈ ലൈൻ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളൊരു 2 തവണയെങ്കിലും വായിച്ചിട്ട് പോകണം എക്സാമിനെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. ഇത് പലയിടത്തും പിന്നെയും പറഞ്ഞിട്ടുണ്ട്. കേട്ടിട്ട് ബോറടിച്ചിട്ട് കാര്യമില്ല. കാരണം ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ശരിക്കും ഫീൽ ചെയ്തൊരു കാര്യമാണത്. ഓക്കെ, നമ്മൾ ഈ ഒരു മെറ്റീരിയൽ കംപ്ലീറ്റ് ആയിട്ട് തന്നെ 2-3 പ്രാവശ്യമെങ്കിലും വായിച്ചിട്ട് പോകാം. ഒപ്പം തന്നെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഇതിലെ ഈ ഒരു കംപ്ലീറ്റ് പാരഗ്രാഫിൽ നിന്നുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ ഒരു PPT-കകത്ത് പറയുക. ഓക്കെ, സോ ഈ PPT നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. ഒപ്പം തന്നെ ഈ നോട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് ഫണ്ടമെന്റൽസ് ഓഫ് ടെസ്റ്റിംഗ്. സോ
ഇന്നത്തെ നമ്മൾ കാണുന്നത് എന്താ ടെസ്റ്റിംഗ് എന്നൊക്കെയാണ്. സോ വാട്ട് ഈസ് ടെസ്റ്റിംഗ്? അതിനകത്ത് വരുന്ന കാര്യങ്ങളാണ് ഇമ്പോർട്ടൻസ് ഓഫ് സോഫ്റ്റ്വെയർ സിസ്റ്റം. സോ നമുക്കറിയാം നമ്മുടെ ഡെയിലി ലൈഫിൽ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക എസെൻഷ്യൽ ആണ്. ഇറ്റ്സ് പാർട്ട് ഓഫ് അവർ ലൈഫ്. നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ബട്ട് എല്ലാ സോഫ്റ്റ്വെയർസിനും അതിൻ്റെ ഓരോ ഇഷ്യൂസ് കാണും. ആ ഇഷ്യൂസ് ചില സിഗ്നിഫിക്കൻറ്റ് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാം. അതുവഴി എന്ത് വരും, ഈ ഓരോ ആപ്ലിക്കേഷനോ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താ മില്യൺസ് ഓഫ് ട്രാൻസാക്ഷൻസ് ഒക്കെ നടക്കുന്ന ബിസിനസ് ആയിരിക്കാം, ശരിയല്ലേ? സോ അതുവഴി എന്ത് സംഭവിക്കും, ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാവും, സേഫ്റ്റി റിസ്ക് ഉണ്ടാവും, ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്. സോ ഇതുകൊണ്ടാണ് നമ്മൾ ടെസ്റ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത് ഇൻ സോഫ്റ്റ്വെയർ സിസ്റ്റംസ്. നെക്സ്റ്റ് പോയിന്റ് ഇസ് റോൾ ഓഫ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്. സോ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഡെഫിനിഷൻ ഓഫ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ആണ്. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ആക്ഷൻ അല്ല വരുന്നത്. It includes a range of activities ആണ് വരുന്നത്. എന്തിനാ? aimed at discovering defects and evaluating the quality of software work products known as test objects. So test objects എന്ന് പറഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഐറ്റംസ് അല്ലെങ്കിൽ വർക്ക് പ്രൊഡക്ട്സ് എന്ന് പറയാൻ പറ്റും. അതിനെയൊക്കെ അതിന്റെ ക്വാളിറ്റി ഇവാലുവേറ്റ് ചെയ്യാനും ഡിഫക്ട്സ് ഒക്കെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഒരു സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞ പേരാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ ചില കോമൺ മിസ്കോൺസെപ്ഷൻസ് ആണ് റിഗാർഡിംഗ് ടെസ്റ്റിംഗിനകത്ത് വരുന്നത്. ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഓൺലി കൺസിസ്റ്റ് ഓഫ് എക്സിക്യൂട്ടിംഗ് ടെസ്റ്റ്. ചില സ്ക്രിപ്റ്റ്സ് ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യുക, അത് മാത്രമാണ് ടെസ്റ്റിംഗ് എന്നുള്ള ഒരു മിസ്കോൺസെപ്ഷൻ ആണ്. ബട്ട് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഒരു SDLC ഓർ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളിൽ വരുന്ന സെറ്റ് ഓഫ് ആക്ഷൻസ് ആണ് ടെസ്റ്റിങ്ങിനകത്ത് വരുന്നത്. ഇറ്റ്സ് നോട്ട് എ സിംഗിൾ ആക്ഷൻ. സെക്കൻഡ് മിസ്കോൺസെപ്ഷൻ ആണ് ടെസ്റ്റിംഗ് ഒരു ടെസ്റ്റ് ഓബ്ജക്റ്റിനെ വെരിഫൈ ചെയ്യുന്ന പ്രോസസ് മാത്രമാണ്. ബട്ട് അതും അങ്ങനെയല്ല. ശരിക്കും എന്താ, അത് വെരിഫിക്കേഷൻ വരുന്നുണ്ട്, വാലിഡേഷൻ വരുന്നുണ്ട്. അത് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. പിന്നെന്താ, നമ്മൾ അതിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം, ചെക്ക് ചെയ്യുക, ബഗ്സ് ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ഇതെല്ലാം ഇതിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് പോയിന്റ് ഈസ് ടൈപ്സ് ഓഫ് ടെസ്റ്റിംഗ് ആണ്. നമ്മൾ ടൈപ്സ് ഓഫ് ടെസ്റ്റിംഗ്, ലെവൽസ് ഓഫ് ടെസ്റ്റിംഗ് ഇനി അടുത്ത മൊഡ്യൂൾസ് പഠിക്കുന്നുണ്ട്. ബട്ട് ജസ്റ്റ് ഇവിടെ മെൻഷൻ, ഈ ഒരു സിലബസിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന പോയിന്റ് മാത്രം ഞാൻ പറയുന്നത്. സോ ഇവിടെ രണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഡൈനാമിക് ടെസ്റ്റിംഗും സ്റ്റാറ്റിക് ടെസ്റ്റിംഗും. സോ ഡൈനാമിക് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വൽ സോഫ്റ്റ്വെയർ ഒരു ആപ്ലിക്കേഷനെ എക്സിക്യൂട്ട് ചെയ്യുക, അതായത് കോഡിനെ എക്സിക്യൂട്ട് ചെയ്യുക ഡൈനാമിക് ടെസ്റ്റിംഗ്. സ്റ്റാറ്റിക് ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കോഡ് എക്സിക്യൂഷൻ സംഭവിക്കുന്നില്ല. ബട്ട് ഇറ്റ് ഇൻക്ലൂഡ്സ് റിവ്യൂസ് ആൻഡ് സ്റ്റാറ്റിക് അനാലിസിസ്. നമ്മൾ അതിന്റെ ആ ഒരു സോഫ്റ്റ്വെയറിനെ ജസ്റ്റ് നമ്മൾ റീഡ് ചെയ്യുന്നു, അതിന്റെ കോഡ് റീഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് ചില വർക്ക് പ്രൊഡക്ട്സ് ലൈക്ക് സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ, ഇങ്ങനെയുള്ള ചില ഡോക്യുമെന്റ്സ് ഒക്കെ റീഡ് ചെയ്യുക. ഇങ്ങനെയുള്ള സ്റ്റാറ്റിക് അനാലിസിസ് ആയിരിക്കും സ്റ്റാറ്റിക് ടെസ്റ്റിംഗ് അത് വരുന്നത്. പ്ലാനിങ് ആൻഡ് മാനേജ്മെന്റ്. ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ മാത്രമല്ല, ഇറ്റ് റിക്വയർസ് പ്ലാനിങ് വരണം, മാനേജ്മെന്റ് വരണം, എസ്റ്റിമേഷൻ ഉണ്ട്, മോണിറ്ററിംഗ് ഉണ്ട്, ആൻഡ് കൺട്രോൾ. ഈ വരുന്ന പ്രോസസ്സ് എല്ലാം ടെസ്റ്റിംഗിനകത്ത് വരുന്നുണ്ട്. ഇന്റലക്ച്വൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ദേ ഷുഡ് possess specialized knowledge, analytical skills and critical and systemic thinking. So ഇത്രയും സ്കിൽസ് ഒക്കെ ഒരു ടെസ്റ്റർക്ക് ആവശ്യമുണ്ട്. ഇത്ര പോയിന്റ്സ് ആണ് വാട്ട് ഇസ് ടെസ്റ്റിംഗ് എന്നുള്ള ആ ഒരു ടോപ്പിക്ക് വരുന്നത്. നെക്സ്റ്റ് ടെസ്റ്റ് ഒബ്ജക്റ്റീവ്സ്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനെയുള്ള പോയിന്റ്സ് കൊടുക്കുന്നത്. കാരണം നമുക്ക് എക്സാമിന് ഇങ്ങനെ ചില അവരൊരു 4-5 പോയിന്റ്സ് തരും. അതിൽ നിന്ന് ടെസ്റ്റ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് അത് പഠിച്ചെങ്കിൽ മാത്രം നമുക്ക് അതിലെ ആൻസേഴ്സ് പിക്ക് ചെയ്യാൻ പറ്റും ഓപ്ഷൻസ് ചെയ്യുന്നത്. കാരണം എല്ലാ ഓപ്ഷൻ കൊണ്ടും ഏകദേശം ഒരുപോലെ ഇരിക്കും. സോ അതിൽ നിന്ന് പ്രോപ്പർ വൺ ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മളത് കറക്റ്റ് ആയിട്ട് ബൈ ഹാർട്ട് ചെയ്തിരിക്കണം. ഓക്കെ, then let's see ടെസ്റ്റ് ഒബ്ജക്റ്റീവ്സ്. So first objective എന്താ? Evaluating work products such as requirements, user stories, designs and code. So work products എന്ന് പറഞ്ഞാൽ requirements ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ഒരു ലോഗിൻ പേജ് ആണെങ്കിൽ ആ ലോഗിൻ പേജിൽ എന്തൊക്കെ വരണം എന്നുള്ള കാര്യങ്ങൾ, ഡിസൈൻ എങ്ങനെ വരണം എന്നുള്ള കാര്യങ്ങൾ, സെക്യൂരിറ്റി തിങ്സ് എങ്ങനെ വരണം കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള അതിൻ്റെ റിക്വയർമെന്റ്സ്, A to Z ഉള്ള റിക്വയർമെന്റ്സ് വരുന്നു. പിന്നെ യൂസർ സ്റ്റോറീസ് ഉണ്ട്, പിന്നെ ഡിസൈൻ എങ്ങനെയുണ്ട്, കോഡ് എങ്ങനെയുണ്ട്, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് വർക്ക് പ്രൊഡക്ട്സിന് ഇവാലുവേറ്റ് ചെയ്യുന്നത് വലിയൊരു ഒബ്ജക്റ്റീവാണ്. അടുത്ത ഒബ്ജക്റ്റീവാണ് കോസിങ് ഫെയിലേഴ്സ് ആൻഡ് ഫൈൻഡിങ് ഡിഫക്ട്സ്. ഫെയിലേഴ്സിനെയും ഫൈൻഡ് ഔട്ട് ചെയ്യുക, ഡിഫക്ട്സിനെയൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അടുത്ത മൂന്നാമത്തെ ഒബ്ജക്റ്റീവാണ് എൻഷുർ റിക്കോർഡ് കവറേജ് ഓഫ് എ ടെസ്റ്റ് ഒബ്ജക്ട്. സോ കവറേജ് എന്ന് പറഞ്ഞാൽ എത്ര ടെസ്റ്റ് കേസ് എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ള ആ ഒരു കാൽക്കുലേഷൻ ഓർ എസ്റ്റിമേഷൻ കവറേജ് എന്ന് പറയുക. സോ അതിനെ എൻഷുർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് ഈസ് റെഡ്യൂസിങ് ദ റിസ്ക് ലെവൽ ഓഫ് ഇൻഅഡിക്വേറ്റ് സോഫ്റ്റ്വെയർ ക്വാളിറ്റി. അടുത്ത ഒബ്ജക്റ്റീവാണ് വെരിഫൈങ് വെദർ സ്പെസിഫൈഡ് റിക്വയർമെന്റ്സ് ഹാവ് ബീൻ ഫുൾഫിൽ. സോ വേണ്ട റിക്വയർമെന്റ്സ് ഫുൾഫിൽ ആയെന്ന് വെരിഫൈ ചെയ്യുക. Next objective is verifying that a test object complies with contractual, legal and regulatory requirements. So
ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ആ കോഡിനെ മാത്രം ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ടെക്നിക്കൽ സൈഡ് മാത്രം നോക്കുക, അത് മാത്രമല്ല വരിക. അത് എന്തൊക്കെ വരാം? ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ കോൺട്രാക്ട് റിലേറ്റഡ് വരാം, ലീഗൽ വരാം, മറ്റു റെഗുലേറ്ററി തിങ്സ് അങ്ങനെയൊക്കെ വരുന്നുണ്ടല്ലോ, അതായത് ലീഗൽ സൈഡൊക്കെ വരുന്ന കാര്യങ്ങൾ. സോ അത് അതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. സോ ഇറ്റ്സ് പാർട്ട് ഓഫ് ടെസ്റ്റിംഗ്. നെക്സ്റ്റ് ഒബ്ജക്റ്റീവ് പ്രൊവൈഡിങ് ഇൻഫർമേഷൻ ടു സ്റ്റേക്ക് ഹോൾഡേഴ്സ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൊജക്റ്റിൽ അല്ലെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ പാർട്ടായിരിക്കുന്ന ആൾക്കാർ. അതിനകത്ത് ബിസിനസ് അനലിസ്റ്റ് വരാം, നമ്മുടെ ക്ലയൻസ് വരാം, മാനേജേഴ്സ് വരാം, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് ആളുള്ള ആൾക്കാർ നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയാം. സോ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് വേണ്ട ഇൻഫർമേഷൻ പാസ് ചെയ്യുക ടു മേക്ക് ഇൻഫോം ഡിസിഷൻസ്. നെക്സ്റ്റ് പോയിന്റ്, ബിൽഡിംഗ് കോൺഫിഡൻസ് ഇൻ ദ ക്വാളിറ്റി ഓഫ് ദ ടെസ്റ്റ് ഒബ്ജക്ട്. And last object is validating whether the test object is complete and work as expected by the stakeholders. So stakeholders expect ചെയ്യുന്ന രീതിയിൽ ആ product or software വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. So ഇത്രയാണ് ടെസ്റ്റ് ഒബ്ജക്റ്റീവ്സ്. നെക്സ്റ്റ് ടോപ്പിക് ടെസ്റ്റിംഗ് ആൻഡ് ഡീബഗിങ്. ടെസ്റ്റിംഗ് ഡീബഗിങ് നമ്മൾ ഡിഫറൻസിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. ടെസ്റ്റിംഗ് ആൻഡ് ഡീബഗിങ് ഡിസ്റ്റിങ് പ്രോസസ്സാണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിൽ. ഡൈനാമിക് ടെസ്റ്റിംഗിന്റെ കേസിലാകുമ്പം ഡിബഗിങ് എന്നത് പറയുന്നത് ഇറ്റ് ക്യാൻ ട്രിഗർ ഫെയിലേഴ്സ് ഡ്യൂ ടു ഡിഫക്ട്സ് ഇൻ ദ സോഫ്റ്റ്വെയർ. ഡിഫക്ട്സിനെ ട്രിഗർ ചെയ്യുന്നു. ദെൻ ഡിബഗിങ് ദെൻ ഫോക്കസ് ഓൺ ഐഡന്റിഫിങ് ആൻഡ് ഫിക്സിങ് ദീസ് ഡിഫക്ട്സ്. നമ്മൾ ഒരിക്കലും ഒരു ഡിഫക്റ്റ് ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് എന്ത് ചെയ്യും, നമ്മൾ വീണ്ടും ട്രിഗർ ചെയ്ത് നോക്കും അതിനെ റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. ദെൻ ഐഡന്റിഫൈ ചെയ്യുന്നു ആ ബഗ്സിനെ ഓർ ഡിഫക്ട്സിനെ, ദെൻ ഫിക്സ് ചെയ്യുന്നു. ആണ് ഡൈനാമിക് ടെസ്റ്റിംഗിൽ ഡീബഗിങ് ചെയ്യുന്ന പ്രോസസ്. രണ്ടാമത് സ്റ്റാറ്റിക് ടെസ്റ്റിംഗ്. സ്റ്റാറ്റിക് ടെസ്റ്റിംഗ് എങ്ങനെ ചെയ്യുക? ഡയറക്ട്ലി നമ്മൾ ഡിഫക്ട്സിനെ ഐഡന്റിഫൈ ചെയ്യുന്നു വിത്തൗട്ട് കോസിങ് ഫെയിലേഴ്സ്. നമ്മൾ വീണ്ടും ട്രിഗർ ചെയ്ത് ഓർ റീപ്രൊഡ്യൂസ് ചെയ്ത് ഫെയിലേഴ്സ് ഉണ്ടാക്കാതെ ഡയറക്ട്ലി ഐഡന്റിഫൈ ചെയ്യുവാണ് ഡിഫക്ട്സിനെ. ദെൻ ഇമ്മീഡിയറ്റ് റിമൂവ് ചെയ്യുന്നു ആ ഇഷ്യൂസിനെ. ഓക്കെ, സോ രണ്ട് പോയിന്റ്സ് മറക്കാതെ ഓർത്തിരിക്കണം. ദെൻ ഡീബഗിങ് പ്രോസസ് ഫോർ ഡൈനാമിക് ടെസ്റ്റിംഗ് ആണ് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ സെയിം സ്റ്റെപ്പ്, അതായത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നു ആ ഫെയിലേഴ്സിനെ. രണ്ടാമതിനെ ഡയഗ്നോസ്, അതായത് ഡിറ്റക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്യുന്നു റൂട്ട് കോസ് ഓഫ് ദ പ്രോബ്ലം. ദെൻ തേർഡ് സ്റ്റെപ്പാണ് ഫിക്സ് ചെയ്യുക ഡിഫക്റ്റിനെ. ദെൻ കൺഫർമേഷൻ ടെസ്റ്റിങ്, നമ്മൾ ഒരു ഡിഫക്റ്റ് ഐഡന്റിഫൈ ചെയ്ത് അവർ ഡെവലപ്പേഴ്സ് അവരായിരിക്കും സോൾവ് ചെയ്യുക. സോ ആഫ്റ്റർ സോൾവിങ് നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും ചെക്ക് ചെയ്യണം അത് വർക്ക് ചെയ്യുന്നുണ്ടോ, ഫിക്സ് ആയിട്ടുണ്ടോ എന്നുള്ളത്. ദെൻ റിഗ്രഷൻ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ ഡിഫക്റ്റ് ഫിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇറ്റ് മേ അഫക്ട് അതർ പാർട്സ് ഓഫ് ദ സോഫ്റ്റ്വെയർ, റൈറ്റ്? സോ അങ്ങനെ മറ്റു പാർട്സിനെ അഫക്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് വെരിഫൈ ചെയ്യുന്നതാണ് റിഗ്രഷൻ ടെസ്റ്റിംഗ് എന്നുള്ള പ്രോസസ്സ്. Next topic, why is testing necessary? Importance of testing. So quality control ഉണ്ട്. Quality control എന്ന് പറഞ്ഞാൽ testing ensures that project objectives are met within defined scope, time, quality and budget. So നമുക്ക് അതിനൊരു സ്കോപ്പ് ഉണ്ടാവും, ടൈം ഉണ്ടാവും, ക്വാളിറ്റി ഉണ്ടാവും, ബഡ്ജറ്റ് ഉണ്ടാവും. സോ അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് വേണ്ട ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ആ ഗോൾസിനെ നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക, ടു എൻഷുർ ചെയ്യുക ആണ് ക്വാളിറ്റി കൺട്രോൾ. രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് സ്റ്റേ ഹോൾഡർ ഇൻവോൾവ്മെന്റ്. സ്റ്റേ ഹോൾഡേഴ്സ് എന്നാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു, നമ്മുടെ പ്രൊജക്റ്റ് വരുന്ന കംപ്ലീറ്റ് ആൾക്കാർ. സോ ഓൾ സ്റ്റേ ഹോൾഡേഴ്സ് ക്യാൻ യൂസ് ടെസ്റ്റിംഗ് സ്കിൽസ് ടു കോൺട്രിബ്യൂട്ട് ടു പ്രൊജക്ട് സക്സസ് ബൈ ഐഡന്റിഫൈയിങ് സോഫ്റ്റ്വെയർ ഡിഫക്ട്സ്. സോ ഒരിക്കൽ ടെസ്റ്റേഴ്സിന് മാത്രം ഉത്തരവാദിത്തമാണ് ടെസ്റ്റിംഗ് എന്ന് വിചാരിക്കരുത്. ആ സ്റ്റേ ഹോൾഡേഴ്സ് എല്ലാവർക്കും ടെസ്റ്റിംഗ് സ്കിൽസ് ഉണ്ടാകും. അവർ അത് യൂസ് ചെയ്തുകൊണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുക ഇതിനാ പ്രൊജക്ട് സക്സസിന് വേണ്ടിയിട്ട്. എങ്ങനെ? ബൈ ഐഡന്റിഫൈയിങ് സോഫ്റ്റ്വെയർ ഡിഫക്ട്സ്. കോൺട്രിബ്യൂഷൻസ് ടു സക്സസ് എന്തൊക്കെയാണ് വരുന്നത്? കോസ്റ്റ് എഫക്റ്റീവ് ഡിഫക്ട് ഡിറ്റക്ഷൻ. സോ ടെസ്റ്റിംഗിന് വേണ്ടി നമുക്ക് ഡിഫക്ട്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നു. അത് കണ്ടുപിടിക്കുന്ന ഡിഫക്ട്സിനെ ഡീബഗിങ് വഴി റിമൂവ് ചെയ്യാൻ പറ്റുന്നു. ദെൻ ലീഡിങ് ടു ഹയർ ക്വാളിറ്റി സോഫ്റ്റ്വെയർ. സെക്കൻഡ് പോയിന്റ്, ക്വാളിറ്റി ഇവാലുവേഷൻ. സോ ടെസ്റ്റിംഗ് ഇവാലുവേറ്റ് സോഫ്റ്റ്വെയർ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നു അറ്റ് വേരിയസ് ഫേസസ് ഓഫ് SDLC. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുമ്പോൾ ഒരുപാട് ഫേസസ് വരുന്നുണ്ട്. സോ അതിന്റെ എല്ലാ ഫേസിൽ നിന്നുകൊണ്ട് ടെസ്റ്റിംഗ് പെർഫോം ചെയ്ത് ഡിഫക്ട്സിനെ ഐഡന്റിഫൈ ചെയ്യുന്നു ആൻഡ് റിമൂവ് ചെയ്യുന്നു. യൂസർ റെപ്രസെന്റേഷൻ. സോ ടെസ്റ്റേഴ്സ് ആക്ച്വൽ യൂസേഴ്സ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു പെർസ്പെക്റ്റീവ് നിന്നുകൊണ്ട് അവർക്ക് വേണ്ട സജഷൻസ് കൊടുക്കാം, ഇംപ്രൂവ്മെന്റ്സ് കൊടുക്കാം ആ കംപ്ലീറ്റ് ഡെവലപ്മെന്റിൽ. സോ ഒരു ആക്ച്വൽ യൂസറിനെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരമായിട്ട് ഒരു ടെസ്റ്റർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുവഴി കോസ്റ്റ് എഫക്റ്റീവ് ആക്കാനായിട്ട് പറ്റും. ദാറ്റ്സ് അനദർ പോയിന്റ്. അടുത്ത കംപ്ലൈൻസ്. അപ്പോൾ കംപ്ലൈൻസ് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞായിരുന്നു ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ സൈഡ് മാത്രമല്ല കോൺട്രാക്ച്വൽ, ലീഗൽ, റെഗുലേറ്ററി റിക്വയർമെന്റ്സ് എല്ലാം വരും. സോ അതിനെല്ലാം ടെസ്റ്റ് ചെയ്യണം. അടുത്തൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റിംഗ് വേഴ്സസ് ക്വാളിറ്റി അഷുറൻസ്. അത് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആണ്. ഓക്കെ, സോ ഒരു പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആണ്. QA എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓറിയന്റഡ് ആണ്. സോ നമുക്കൊരു സിംപ്ലിഫൈ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കി പറഞ്ഞാൽ ടെസ്റ്റിംഗ് is part of QA.
സോ ക്യൂക്ക് ഉള്ളിൽ വരുന്ന ഒരു സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ട്, അതിൽ ഒന്ന് മാത്രമാണ് ടെസ്റ്റിംഗ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ടെസ്റ്റിംഗ് ഇസ് പാർട്ട് ഓഫ് ക്യു എ, ടെസ്റ്റിംഗ് ഇസ് എ സബ് പാർട്ട് ഓഫ് ക്യു എ എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ഓറിയന്റഡ് ആയിരിക്കും, ക്യു എ എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓറിയന്റഡ് ആയിരിക്കും. അത് ഒരുപാട് പ്രോസസ്സുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ക്യു എക്കകത്ത്. നെക്സ്റ്റ്, എറേഴ്സ്, ഡിഫക്ട്സ്, ഫെയിലേഴ്സ് ആൻഡ് റൂട്ട് കോസസ്. ഇതൊക്കെ എന്താണെന്ന് നോക്കാം. എറർ എന്ന് പറഞ്ഞാൽ എറർ ടു ഫെയിലിയർ പാത്വേ. സോ ഹ്യൂമൻ എറേഴ്സ് ഡിഫക്ട്സിലോട്ട് ലീഡ് ചെയ്യാം, അതുവഴി സിസ്റ്റം ഫെയിലേഴ്സ് ഉണ്ടാക്കാം. സോ എറേഴ്സ് മേ ബി ടൈം പ്രഷർ, നമുക്ക് ഇന്ന സമയത്ത് തീർക്കാൻ വേണ്ടിയുള്ള ആ ഒരു ഹറി ബറിയിൽ ഉണ്ടാകുന്ന എറേഴ്സ് ആകാം, കോംപ്ലക്സിറ്റി മൂലം, അങ്ങനെ ഒരുപാട് ഡിഫറെന്റ് റീസൺസ് ഉണ്ട് ഫോർ എറേഴ്സ്. സോ ഇങ്ങനെ ഉണ്ടാകുന്ന ഹ്യൂമൻ എറേഴ്സ് ഡിഫക്ട്സിലോട്ട് ലീഡ് ചെയ്യും ആൻഡ് ഇറ്റ് മേ കോസ് ഫെയിലേഴ്സ്. നെക്സ്റ്റ് ഇസ് ഡിഫക്ട്സ്. സോ ഡിഫക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ടെക്നിക്കൽ അല്ലെങ്കിൽ എഴുതുന്ന കോഡ് ഉണ്ടല്ലോ, കോഡിങ് മാത്രമല്ല ഡോക്യുമെന്റേഷനിൽ വരാം, കോഡിൽ വരാം, മറ്റ് വർക്ക് പ്രൊഡക്ട്സ് എവിടെ വെള്ളം വരാം. ഡിഫക്ട്സ്. ഫെയിലിയർ കണ്ടീഷൻസ്, എല്ലാ ഡിഫക്ട്സും ഫെയിലേഴ്സിലോട്ട് ലീഡ് ചെയ്യുന്നില്ല, ചിലത് മാത്രമേ അങ്ങനെ പോകത്തുള്ളൂ, ഫെയിലറായി മാറത്തുള്ളൂ അണ്ടർ സം സ്പെസിഫിക് സർക്കംസ്റ്റൻസസ്. റൂട്ട് കോസ് എന്ന് പറഞ്ഞാൽ എല്ലാ ഡിഫക്ട്സിനും ഓർ എല്ലാ ഇഷ്യൂസിനും ഒരു റൂട്ട് കോസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു മെയിൻ സോഴ്സ് ഉണ്ടായിരിക്കുക, അതുകൊണ്ടായിരിക്കാം ആ ഒരു ഡിഫക്ട്സ് ഉണ്ടാവുക. സോ അതിനെ ഐഡന്റിഫൈ എന്നുള്ളത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഫണ്ടമെന്റൽ റീസൺസ് ഫോർ പ്രോബ്ലംസ് ഐഡന്റിഫൈഡ് ത്രൂ റൂട്ട് കോസ് അനാലിസിസ്, അതുവഴിയാണ് ചെയ്യുന്നത്, which helps prevent future failures by addressing these underlying issues. Testing principles is very 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 important. So ഞാൻ ഇത്രയും പേര് പറയാൻ കാരണം വെച്ചാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇതിൽ നിന്ന് ഒന്നോ അതിൽ കൂടുതലോ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം ഈ ഒരു ടോപ്പിക്കിൽ നിന്ന്. ടെസ്റ്റിംഗ് പ്രിൻസിപ്പിൾസ്, സോ ഇതിൽ പറഞ്ഞേക്കുന്ന ഓരോ വേർഡ്സും അതിൻ്റെ മീനിങ്ങും ഡെഫിനേഷനും നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, ലെറ്റ്സ് സീ ടെസ്റ്റിംഗ് പ്രിൻസിപ്പിൾസ്. There are 7 ടെസ്റ്റിംഗ് പ്രിൻസിപ്പിൾസ് ആണുള്ളത്. ഫസ്റ്റ് വൺ, presence of defects. So ടെസ്റ്റിംഗ് വഴി നമുക്ക് ഡിഫക്ട്സിന്റെ പ്രസൻസ് ഐഡന്റിഫൈ ചെയ്യാൻ മാത്രമേ പറ്റൂ, ബട്ട് വി കനോട്ട് പ്രൂവ് ദർ ആബ്സെൻസ്. നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഡിഫക്ട്സ് എന്തെങ്കിലും ഐഡന്റിഫൈ ചെയ്യാം, ഒരിക്കലും നമുക്ക് അതിന്റെ ആബ്സെൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതാണ് പ്രസൻസ് ഓഫ് ഡിഫക്ട്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, എക്സ്ഹോസ്റ്റഡ് ടെസ്റ്റിംഗ് ഈസ് ഇമ്പോസിബിൾ ഓർ ഇംപ്രാക്ടിക്കബിലിറ്റി എന്ന് പറയാൻ കാരണം എക്സ്ഹോസ്റ്റഡ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും 100% ടെസ്റ്റ് കേസസ് എടുത്ത് ഒരു ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതാണ് എക്സ്ഹോസ്റ്റീവ് ടെസ്റ്റിംഗ്. അതായത് ഫോർ എക്സാമ്പിൾ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ഒരു ഇ കൊമേഴ്സ് ആപ്ലിക്കേഷൻ ആണെന്ന് വെച്ചോ. സോ അതിൻ്റെ എല്ലാ കംപ്ലീറ്റ് എൻഡ് ടു എൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലോസ് ഉപയോഗിച്ച് ഡിഫറെൻറ്റ് നമ്പർ ഓഫ് ടെസ്റ്റ് കേസ് ഉപയോഗിച്ച് അതിൻ്റെ എല്ലാ ഫ്ലോയും അല്ലെങ്കിൽ എല്ലാ ഡിഫറെൻറ്റ് ഇൻപുട്സും കൊടുത്ത് നമുക്ക് ഒരിക്കലും ടെസ്റ്റിംഗ് ഈസ് ഇമ്പോസിബിൾ ഓർ അത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതാണ് സെക്കൻഡ് പോയിന്റ് പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ് ഈസ് ബെനിഫിറ്റ്സ് ഓഫ് ഏർലി ടെസ്റ്റിംഗ്. സോ ഏർലി ടെസ്റ്റിംഗ് ആണ് എപ്പോഴും ബെനിഫിറ്റ്. കാരണം എന്താ, ടെസ്റ്റിംഗ് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് ലാസ്റ്റ് ടെസ്റ്റ് ചെയ്യാം, അപ്പം ടെസ്റ്റിങ് അത് മതി എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ അത് ഭയങ്കര ഇഷ്യൂസായി മാറും. കാരണം SDLC ഉള്ള സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ. സോ അതിൻ്റെ ബിഗിനിങ് തൊട്ട്, അതായത് നമുക്ക് റിക്വയർമെന്റ് അനാലിസിസ് ഉണ്ടല്ലോ, ആ സ്റ്റേജ് തൊട്ട് തന്നെ നമ്മൾ ടെസ്റ്റിംഗ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത്രത്തോളം കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും, അവരെ ടൈം സേവ് ചെയ്യാനായിട്ട് പറ്റും. ഫോർത്ത് പ്രിൻസിപ്പിൾ, ഡിഫക്ട് ക്ലസ്റ്ററിംഗ്. According to this principle, എന്താണ്, most defects are typically found in a small number of system components, illustrating the Pareto principle. So Pareto principle എന്ന് പറഞ്ഞാൽ 80-20 principle എന്നാണ് പറയുക. That means 80% of the bugs or defects ഇരിക്കുന്നത് 20% of application ആയിരിക്കും. അതായത് ഒരു ആപ്ലിക്കേഷന്റെ ചില പർട്ടിക്കുലർ ഏരിയാസിലായിരിക്കും കൂടുതൽ ബഗ്സും ക്ലസ്റ്റർ ആയിട്ടിരിക്കുന്നത്, ക്ലസ്റ്റർ ഏരിയാസ് എന്ന് പറയാം. സോ അതാണ് ആ പോയിന്റ്, ഡിഫക്ട് ക്ലസ്റ്ററിംഗ്. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് പെസ്റ്റിസൈഡ് പാരഡോക്സ്. അതായത് സെയിം ടെസ്റ്റ് കേസ് തന്നെ നമ്മൾ കുത്തിയിരുന്ന് ഡെയിലി ഇരുന്ന് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തിരുന്നത് യാതൊരു കാര്യമില്ല, നോ യൂസ്. സോ റിപ്പീറ്റഡ് ടെസ്റ്റ് കേസസ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് പകരമായിട്ട് ഐഡന്റിഫൈ ന്യൂ ടെസ്റ്റ് കേസസ്, അല്ലെങ്കിൽ ന്യൂ ഇൻപുട്സ് കൊടുക്കുക, ന്യൂ വർക്ക് ഫ്ലോ നോക്കുക, എന്നിട്ട് ടെസ്റ്റ് ചെയ്യുക. ദെൻ നമുക്ക് കൂടുതൽ ക്വാളിറ്റി ഉറപ്പ് വരുത്താനായിട്ട് പറ്റും. Then sixth principle, context dependent testing. Testing is context dependent. അതായത് ഒരു ഇ കൊമേഴ്സ് ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റ് കേസസ് ഓർ പ്രോസസ് അല്ല നമ്മൾ ഒരു എന്താ പറയുക ഒരു ബാങ്ക് ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? സോ ഇങ്ങനെ കോണ്ടെക്സ്റ്റ് ഡിപ്പെൻഡന്റ് ആയിരിക്കും. ഓരോ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ആ പ്രോസസ്സും അതിന്റെ ടെസ്റ്റ് കേസും അതിന്റെ മറ്റു കാര്യങ്ങളെല്ലാം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ആൻഡ് ലാസ്റ്റ് പ്രിൻസിപ്പിൾ ഇസ് ആബ്സെൻസ് ഓഫ് ഡിഫക്ട്സ് പോളിസി. അതായത് ടെസ്റ്റിംഗ് നടത്തി കഴിയുമ്പോഴത്തേക്കും നമ്മൾ പലരും ടെസ്റ്റ് ചെയ്തതിന് ശേഷം ആ ആപ്ലിക്കേഷനകത്ത് പ്രത്യേകിച്ച് ഡിഫക്ട്സ് ഒന്നും ഐഡന്റിഫൈ ചെയ്തില്ല എന്ന് വെച്ചാൽ അതിന്റെ മീനിങ് ആ ഒരു ആപ്ലിക്കേഷൻ ഒരു കസ്റ്റമർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്ന രീതിയിലാകണമെന്നില്ല. അതായത്
അതൊരു മിസ്കോൺസെപ്ഷൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരിക്കലും നമുക്ക് വെരിഫിക്കേഷൻ എന്ന പ്രോസസ്സ് വഴി സിസ്റ്റം സക്സസ് ഒരു ആപ്ലിക്കേഷൻ സക്സസ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. അത് ഡിഫക്ട്സ് ഇല്ലെന്ന് കരുതി ഒരിക്കലും നമ്മൾ ചെയ്തേക്കുന്ന ആപ്ലിക്കേഷൻ 100% സക്സസ് ആണെന്ന് പറയത്തില്ല എന്നാണ് അതിന്റെ മീനിങ്. ആബ്സെൻസ് ഓഫ് ഡിഫക്ട്സ് പോളിസി. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷൻ എടുക്കും. ഇപ്പൊ ലൈക്ക് ഫ്ലിപ്കാർട്ട് or ആമസോൺ ഇങ്ങനൊരു ആപ്ലിക്കേഷൻ എന്ന് വിചാരിച്ചോ. അപ്പൊ നമുക്ക് ക്ലയൻസ് തന്ന റിക്വയർമെന്റ്സ് ഉണ്ട്. ദെൻ നമ്മൾ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റിന് ശേഷം കംപ്ലീറ്റ് ടെസ്റ്റിംഗ് നടത്തി and there is no errors, no defects, everything is fine. But യൂസർ തന്ന or ക്ലയന്റ് തന്ന റിക്വയർമെന്റിനകത്ത് അതിന്റെ ഹോം പേജിന്റെ കളർ ഒരു ലൈറ്റ് യെല്ലോ ആണെന്ന് വിചാരിക്കുക. ബട്ട് ആഫ്റ്റർ ദ ഡെവലപ്മെന്റ് എന്ത് പറ്റി? അതൊരു ഡാർക്ക് യെല്ലോ ആയി മാറി. സോ ഡു യു തിങ്ക് ഇറ്റ്സ് എ സക്സസ്? നോ, വി കനോട്ട്. അതാണ് പറഞ്ഞത് ആബ്സെൻസ് ഓഫ് ഡിഫക്ട്സ് പോളിസി എന്ന്. അതായത് റിക്വയർമെന്റ്സും കൂടെ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ അതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ എന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ. Next topic is test activities, Testware and test roles. So ഈ ഒരു ടോപ്പിക് പഠിക്കേണ്ട ഡിഫറെന്റ് ടെസ്റ്റ് ആക്ടിവിറ്റീസ് ആണ്. സോ ഞാൻ ടെസ്റ്റ് പ്രോസസ് എന്ന് പറയാം. ടെസ്റ്റ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സ്ട്രക്ചർ സെറ്റ് ഓഫ് ടെസ്റ്റ് ആക്ടിവിറ്റീസ് ആണ്. ആ ഒരു ടെസ്റ്റിങ്ങിന് വേണ്ടി ആവശ്യമുള്ള സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന പേരാണ് ടെസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നത്. ടെസ്റ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ സെലക്ഷൻ, ഇംപ്ലിമെന്റേഷൻ, ടൈമിംഗ് ഓഫ് ടെസ്റ്റ് ആക്ടിവിറ്റീസ് ആണ്. പിന്നെ components of test process എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് പ്രോസസ്സിനകത്ത് ഡിഫറെന്റ് ആസ്പെക്ട്സ് വരുന്നുണ്ട്. ലൈക്ക് ടെസ്റ്റ് ആക്ടിവിറ്റീസ്, ടാസ്ക്, കോണ്ടെക്സ്റ്റ്, ഇമ്പാക്ട്, ടെസ്റ്റ്വെയർ. ടെസ്റ്റ്വെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ടൂൾസ് അല്ലെങ്കിൽ എന്തൊക്കെ ടൂൾസ് ആൻഡ് മെറ്റീരിയൽസ് ആണ് ആവശ്യം ഒരു ടെസ്റ്റിംഗ് ഉണ്ടാകുന്ന ടെസ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ. ട്രേസബിലിറ്റി ബിറ്റ്വീൻ ദ ടെസ്റ്റ് ബേസിസ് ആൻഡ് ടെസ്റ്റ്വെയർ ആൻഡ് ഡിഫൈനിങ് ദ ടെസ്റ്റിംഗ് റോൾസ്. സോ ഇതൊക്കെയാണ് components ഓഫ് ടെസ്റ്റ് പ്രോസസ്. നെക്സ്റ്റ് കാണുന്നത് ഡിഫറെന്റ് ടെസ്റ്റ് ആക്ടിവിറ്റീസ് ആണ്. There are 7 test activities. One by one കാണാം. ഫസ്റ്റ് ആക്ടിവിറ്റി ആണ് ടെസ്റ്റ് പ്ലാനിങ്. സോ ടെസ്റ്റിംഗ് മാത്രമല്ല ഏതൊരു കാര്യം നമുക്ക് പ്ലാനിങ് വേണം അല്ലേ. സോ ടെസ്റ്റിംഗും പ്ലാനിങ് വേണം. സോറി, ഇവിടെ ദീപാവലിയുടെ ക്രാക്കേഴ്സിന്റെ ഒക്കെ സൗണ്ട് ആണ്. ഓക്കെ ടെസ്റ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ഡിഫൈൻ ചെയ്യണം ടെസ്റ്റ് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, എന്താണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോണത്, എങ്ങനെ ടെസ്റ്റ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിഫൈൻ ചെയ്ത് ടെസ്റ്റ് പ്ലാനിങ് എന്നുള്ള ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിലായിരിക്കും. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് ആക്ടിവിറ്റി ആണ് ടെസ്റ്റ് മോണിറ്ററിങ് ആൻഡ് കൺട്രോൾ. സോ ഇപ്പോൾ ഇവിടെ 2 പാർട്സ് ആണ്, മോണിറ്ററിങ് ഉണ്ട്, കൺട്രോൾ. സോ എന്താണ് മോണിറ്ററിങ് ചെയ്യാം? കണ്ടിന്യൂസ്ലി നമ്മൾ ചെക്ക് ചെയ്യാൻ ടെസ്റ്റ് ആക്ടിവിറ്റീസിനെ ആൻഡ് അതിന്റെ പ്രോഗ്രസ് നമ്മൾ ചെക്ക് ചെയ്യുന്നു. നമ്മൾ ഒരു പ്ലാൻ ഉണ്ടല്ലോ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്തു. സോ പ്ലാൻ അനുസരിച്ചിട്ടാണ് ഈ പ്രോഗ്രസ് പോകുന്നത് എന്നുള്ളതാണ് മോണിറ്ററിങ്. കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇഫ് ഇറ്റ് ഇസ് നോട്ട് അക്കോർഡിംഗ് ടു ദ പ്ലാൻ, സോ പ്ലാനിങ്ങിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ആക്ച്വൽ വർക്ക് പോകുന്നതെങ്കിൽ കൺട്രോൾ ചെയ്യുക. അതാണ് കൺട്രോൾ എന്നുള്ള സ്റ്റെപ്പിൽ വരുന്നത്. ഓക്കെ, ദെൻ തേർഡ് ടെസ്റ്റ് ആക്ടിവിറ്റി ടെസ്റ്റ് അനാലിസിസ്. സോ അതിനകത്തൊരു 4 കാര്യങ്ങൾ വരുന്നത് എന്ന് പറഞ്ഞാൽ ടെസ്റ്റബിൾ ഫീച്ചേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുക, എന്തൊക്കെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടത് ഐഡന്റിഫൈ ചെയ്യുക. പിന്നെ ടെസ്റ്റ് കണ്ടീഷൻസിനെ ഐഡന്റിഫൈ ചെയ്യുക, അതായത് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുക ടെസ്റ്റ് കണ്ടീഷൻസിന്. ആൻഡ് തേർഡ് ഈസ് അസസിങ് ദ ടെസ്റ്റബിലിറ്റി. സോ നമ്മൾ ടെസ്റ്റ് ബേസിസ് എന്ന് പറഞ്ഞാൽ സോഴ്സ് ഓഫ് ദ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ സോഴ്സ് ഓഫ് ടെസ്റ്റ് കേസസ് എന്ന് പറയാം. അതായത് ടെസ്റ്റ് കേസസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ആവശ്യമുള്ള നമുക്കൊരിക്കലും ഫ്രം ദി എയർ നമുക്കൊരിക്കലും ടെസ്റ്റ് കേസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. കുറച്ചൊക്കെ ടെസ്റ്റ് കേസ് നമ്മൾ ലോജിക്ക് വെച്ച് ചെയ്യാൻ പറ്റും, എങ്കിലും ബാക്കിയൊക്കെ നമുക്ക് ആ ഒരു സോഫ്റ്റ്വെയർ ഒരു ആപ്ലിക്കേഷനെ അതുമായി റിലേറ്റ് ചെയ്ത ഡോക്യുമെന്റ്സ് ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ടെസ്റ്റ് കേസസ് പ്രിപ്പയർ ചെയ്യുക. സോ ഈ സോഴ്സസ് ഓഫ് ടെസ്റ്റ് കേസസ് ഓർ ഇൻപുട്സ് ഫോർ ടെസ്റ്റിംഗ് അതിന് പറഞ്ഞ പേരാണ് ടെസ്റ്റ് ബേസിസ്. സോ ഇങ്ങനെയുള്ള ടെസ്റ്റ് ബേസിസ് ഒരു ടെസ്റ്റ് ഒബ്ജക്ട്സ്. സോ ടെസ്റ്റ് ഒബ്ജക്ട് എന്ന് പറഞ്ഞാൽ what we are going to test, അതിനാണ് ടെസ്റ്റ് ഒബ്ജക്ട് എന്ന് പറയുന്നത്. സോ ഈ ടെസ്റ്റ് ബേസിസിനെയും ടെസ്റ്റ് ഒബ്ജക്റ്റിനെ ഇവാലുവേറ്റ് ചെയ്യുകയാണ് അസസിംഗ് ടെസ്റ്റബിലിറ്റി എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേജ് നടക്കുന്നത്. ആൻഡ് ഫോർത്ത് സ്റ്റേജ് ഇൻ ടെസ്റ്റ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഗൈഡൻസ് ഓൺ വാട്ട് ടു ടെസ്റ്റ്. സോ എന്താണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്നുള്ളതിനെ കുറിച്ച് ഒരു ഗൈഡൻസ് കൊടുക്കുക. അതായത് സപ്പോർട്ടഡ് ബൈ ടെസ്റ്റ് ടെക്നിക് ദിസ് പേസ് ആൻസേഴ്സ് ദി ക്വസ്റ്റ്യൻ ഓഫ് വാട്ട് ടു ടെസ്റ്റ് ഈസ് മെഷറബിൾ ടേംസ്. സോ എന്താണ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുക, അതിനുള്ള ആൻസേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു സ്റ്റേജ് നടക്കുന്നത്. ആൻഡ് ഫോർത്ത് ടെസ്റ്റ് ആക്ടിവിറ്റി ടെസ്റ്റ് ഡിസൈൻ ആണ്, അതായത് ആക്ഷൻ ടെസ്റ്റ് കേസസ് ഡെവലപ്പ് ചെയ്യുന്ന ഇവിടെയാണ്. സോ ടെസ്റ്റ് കേസ് ഡെവലപ്പ് ചെയ്യുക, റിക്വയർമെന്റ്സ് ഡെഫിനേഷൻ കൊടുക്കുക, ഗൈഡൻസ് ഓൺ ഹൗ ടു ടെസ്റ്റ്. ഇത്തരം കാര്യങ്ങളായിരിക്കും ടെസ്റ്റ് ഡിസൈൻ പെർഫോം ചെയ്യുന്നത്. ഫിഫ്ത്ത് ടെസ്റ്റ് ആക്ടിവിറ്റീസ് ടെസ്റ്റ് ഇംപ്ലിമെന്റേഷൻ ആണ്. ഇവിടെ നമ്മൾ ടെസ്റ്റ് വെയർ ക്രിയേറ്റ് ചെയ്യുന്നു, അതായത് ആ ടെസ്റ്റ് ടൂൾസ് ഒക്കെ നമുക്ക് വേണ്ടി വരുന്ന സോ ആ ടെസ്റ്റ് ഡാറ്റയൊക്കെ സോ അതിനെ ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ അക്വയർ ചെയ്യുക, ഇതൊക്കെയാണ് ഈ സ്റ്റെപ്പിൽ വരിക. ആൻഡ് ഓർഗനൈസ് ചെയ്യുക ടെസ്റ്റ് കേസസിനെ, അത് പ്രയോറിറ്റി അനുസരിച്ച് ഓർഗനൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ബിൽഡിംഗ് ടെസ്റ്റ് എൻവയോൺമെന്റ്, സോ ടെസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി വേണ്ട എൻവയോൺമെന്റിനെ ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക. സിക്സ്ത് ടെസ്റ്റ് ആക്ടിവിറ്റി ആണ് ടെസ്റ്റ് എക്സിക്യൂഷൻ. നമ്മൾ ആക്ച്വലി ടെസ്റ്റ് പെർഫോം ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ടെസ്റ്റ് റൺ ചെയ്യുന്നു,
പിന്നെ റിസൾട്ട് കിട്ടുള്ള റിസൾട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നു, പിന്നെ റിപ്പോർട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നു. ഇപ്പൊ എന്തെങ്കിലും അനോമലീസ് ഓർ ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ അതിനെ റിപ്പോർട്ട് ചെയ്യുക. ആൻഡ് ലാസ്റ്റ് ആക്ടിവിറ്റീസ് ടെസ്റ്റ് കംപ്ലീഷൻ ആണ്. സോ യൂഷ്വലി ടെസ്റ്റ് കംപ്ലീഷൻ എന്നുള്ള ഈ സ്റ്റേജ് ഡിഫറെന്റ് മൈൽ സ്റ്റോൺസിലാണ് ഹാപ്പൻ ചെയ്യുന്നത്. മൈൽ സ്റ്റോൺസ് പറഞ്ഞാൽ റിലീസ് ആകാം, ഇറ്ററേഷൻ ഉണ്ടാകാം, സ്പ്രിന്റ്സ് ആകാം. സോ ഇങ്ങനെയൊക്കെയാണ് മൈൽ സ്റ്റോൺസ്. സോ ഓരോ മൈൽ സ്റ്റോണിലും ടെസ്റ്റ് കംപ്ലീഷൻ പെർഫോം ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഇതിനകത്ത് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഹാൻഡിൽ ചെയ്യുന്നു അൺറിസോൾവ് ഡിഫക്ട്സിനെ. അതുപോലെ ടെസ്റ്റ് വെയറിനെ അർക്കൈവ് ചെയ്യുന്നു. അതായത് നമുക്ക് ഫ്യൂച്ചറിലേക്ക് മറ്റ് പ്രൊജക്ട്സിനോ അല്ലെങ്കിൽ ഈ സെയിം ആപ്ലിക്കേഷനിന് എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ഒക്കെ വരുമല്ലോ, ആ ടൈമിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ടെസ്റ്റ് വെയറിനെ അർക്കൈവ് ചെയ്ത് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും ഫോർ ഫ്യൂച്ചർ പർപ്പസ്. പിന്നെ എൻവയോൺമെന്റ് ഷട്ട് ഡൗൺ, നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ ടെസ്റ്റ് എൻവയോൺമെന്റിനെ നമ്മൾ ഒരു എഗ്രീഡ് സ്റ്റേജിലോട്ട് ഷട്ട് ഡൗൺ ചെയ്യുന്നു. ദെൻ ലെസൺസ് ലേൺഡ് അനലൈസ് ചെയ്യുന്നു. നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ പ്രൊജക്റ്റിലെ ഒരു ആപ്ലിക്കേഷനിൽ ടെസ്റ്റിംഗ് പെർഫോം ചെയ്തത് വഴി നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്, എന്തൊക്കെയാണ് നോളജ് വൈസും പ്രോസസ് വൈസും ഒക്കെ. ഓക്കെ, സോ അതിനെയൊക്കെ അതൊന്ന് അനലൈസ് ചെയ്യുക. പിന്നെ കംപ്ലീറ്റ് ചെയ്യുക റിപ്പോർട്ടിങ്. സോ ഇത്രയുമാണ് ടെസ്റ്റ് ആക്ടിവിറ്റീസ് നടത്തി വരിക. സോ ദർ ആർ 7 ആക്ടിവിറ്റീസ്. നെക്സ്റ്റ് ടോപ്പിക്, ടെസ്റ്റ് പ്രോസസ് ഇൻ കോണ്ടെക്സ്റ്റ്. സോ ടെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് യൂഷ്വലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിരിക്കും. അവരുടെ പ്രൈമറി ഗോൾ എന്ന് പറഞ്ഞാൽ ബിസിനസ് നീഡ്സ് ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ്. സോ എന്തൊക്കെയാണ് ഇൻഫ്ലുവൻസ് ഫാക്ടേഴ്സ്? സ്റ്റേക്ക് ഹോൾഡേഴ്സ് മാത്രമല്ല, ദർ ആർ അറൌണ്ട് 8 ഇൻഫ്ലുവൻസ് ഫാക്ടേഴ്സ് ആർ ദർ. സോ ഈ ഓരോ ഇൻഫ്ലുവൻസ് ഫാക്ടേഴ്സ് അവരുടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ടെസ്റ്റ് പ്രോസസ്സിനെ അഫക്ട് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ ടെസ്റ്റ് പ്രോസസ്സിനെ ആ ഒരു കോണ്ടെക്സ്റ്റിനെ തീരുമാനിക്കുക എന്നുള്ളത് വരുന്നത്. സോ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഫസ്റ്റ്. സോ അവരെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുക? അവരുടെ നീഡ്സ്, എക്സ്പെക്ടേഷൻസ്, റിക്വയർമെന്റ്സ്, അതുപോലെ വില്ലിംഗ്നെസ് ടു കോപ്പറേറ്റ് ഇൻഫ്ലുവൻസ് ഹൗ ടെസ്റ്റിംഗ് ഇസ് പെർഫോം. സോ ടെസ്റ്റിംഗ് എങ്ങനെ പെർഫോം ചെയ്യണമെന്നുള്ള ആ ഒരു പ്രോസസ്സിനകത്തോട്ടുള്ള ഇവരുടെ കോൺട്രിബ്യൂഷൻ എങ്ങനെയുണ്ട്, അതെല്ലാം അവരുടെ വില്ലിംഗ്നെസ്, ഇതെല്ലാം ഇൻഫ്ലുവൻസ് ഫാക്ടേഴ്സ് ആണ്. ആൻഡ് സെക്കൻഡ് ഇൻഫ്ലുവൻസ് ഫാക്ടർ ആണ് ടീം മെമ്പേഴ്സ്. ടീം മെമ്പേഴ്സിന്റെ സ്കില്ല്, നോളജ്, അവരുടെ ടൈം, ട്രെയിനിങ്, എക്സ്പീരിയൻസ് എല്ലാം അഫക്ട് ചെയ്യും. അടുത്താണ് ബിസിനസ് ഡൊമൈന്. സോ ദ ക്രിട്ടിക്കാലിറ്റി ഓഫ് ദ ടെസ്റ്റ് ഒബ്ജക്ട്, ഐഡന്റിഫൈ റിസ്ക്, മാർക്കറ്റ് ഡിമാൻഡ്സ്, ലീഗൽ റെഗുലേഷൻസ് ആൻഡ് കംപ്ലയൻസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം അതും അഫക്ട് ചെയ്യുന്നതായി ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സ് ആണ്. ടെക്നിക്കൽ ഫാക്ടേഴ്സ്, അതായത് ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ, അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തഡോളജി, ടെക്നോളജി, പ്രൊഡക്റ്റ് ആർക്കിടെക്ചർ, ഇങ്ങനെയുള്ള കാര്യങ്ങളും അഫക്ട് ചെയ്യും. ഫിഫ്ത്ത് ഇൻഫ്ലുവൻസിങ് ഫാക്ടർ ആണ് പ്രൊജക്ട് കൺസ്ട്രെയിൻസ്. ദാറ്റ് നമുക്ക് മിക്കപ്പോഴും തന്നെ കേൾക്കുന്ന ടേംസ് ആണ് ടൈം, ബഡ്ജറ്റ്, റിസോഴ്സസ്, സ്കോപ്പ്, ഇതിനൊക്കെയുള്ള ചില ലിമിറ്റേഷൻസ് ഓർ കൺസ്ട്രെയിൻസ് ആണ് പ്രൊജക്ട് കൺസ്ട്രെയിൻസിനകത്ത് വരുന്നത്. സിക്സ്ത് പോയിന്റ് ഓർ സിക്സ് ഇൻഫ്ലുവൻസ് ഫാക്ടർ ആണ് ഓർഗനൈസേഷണൽ ഫാക്ടർ. അതായത് നമ്മുടെ ഓർഗനൈസേഷൻ, അവരുടെ കമ്പനിയുടെ അതിന്റെ സ്ട്രക്ചർ, പോളിസി, അവരുടെ ചില പ്രാക്ടീസസ്, ചില ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം അതും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് തന്നെയാണ്. പിന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ ഓർ SDLC എന്ന് പറയുന്നത്, അതിൽ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് മെത്തഡോളജി ആണ് ഫോളോ ചെയ്യുന്നുള്ളത്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ആൻഡ് ലാസ്റ്റ് ഇൻഫ്ലുവൻസിങ് ഫാക്ടറാണ് ടൂൾസ്. അതായത് നമ്മൾ ടെസ്റ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾസ്, അതിന്റെ യൂസബിലിറ്റി, അവൈലബിലിറ്റി, അത് യൂസ് ചെയ്യാനുള്ള നമ്മുടെ ടീമുള്ള ആൾക്കാരുടെ എക്സ്പീരിയൻസ്, ഇതെല്ലാ കാര്യങ്ങളും അഫക്ട് ചെയ്യുന്നതായിരിക്കും. സോ ഇതാണ് ടെസ്റ്റ് പ്രോസസ് ഇൻ കോണ്ടെക്സ്റ്റ്. ഇപ്പൊ നമ്മൾ പഠിച്ച ഒരു 8 ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സ് ഇല്ലേ? സോ ഈ ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സ് ടെസ്റ്റിങ്ങിനെ ഡിഫറെന്റ് ടെസ്റ്റ് റിലേറ്റഡ് ആസ്പെക്ട്സിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് പറയുന്നത്, ഒന്ന് ടെസ്റ്റ് സ്ട്രാറ്റജി, ഓവറോൾ ടെസ്റ്റിങ്ങിന്റെ ഓവറോൾ അപ്രോച്ചിനെ അത് ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ടെസ്റ്റ് ടെക്നിക്സ്, അതായത് എന്തൊക്കെ മെത്തേഡ്സ്, പ്രോസസ് ആൻഡ് പ്രാക്ടീസ് ആണ് ടെസ്റ്റിംഗ് വേണ്ടി യൂസ് ചെയ്യുന്നത്, അതിനെ അഫക്ട് ചെയ്യും. പിന്നെ ഡിഗ്രി ഓഫ് ടെസ്റ്റ് ഓട്ടോമേഷൻ, അതായത് ലെവൽ ഓഫ് ഓട്ടോമേറ്റഡ് വേഴ്സസ് മാനുവൽ ടെസ്റ്റിംഗ്. സോ എന്തുമാത്രം ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ചെയ്യുന്നു, മാനുവൽ ടെസ്റ്റിംഗ് ചെയ്യുന്നു, ആ ലെവൽ അതിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ കവറേജ് റിക്വയർമെന്റ്സ് ആണ് നെസസറി എക്സ്റ്റെന്റ് ഓഫ് ടെസ്റ്റിംഗ് ടു എൻഷുർ ക്വാളിറ്റി. ഡീറ്റെയിൽ ലെവൽ ഓഫ് ടെസ്റ്റ് വെയർ, ദ ഗ്രാനുലാരിറ്റി ഓഫ് ദ ടെസ്റ്റ് ഡോക്യുമെന്റേഷൻ കേസസ് ആണ് അതിൽ വരുന്നത്. പിന്നെ ടെസ്റ്റ് റിപ്പോർട്ടിംഗ് ഉണ്ട്, അതായത് എങ്ങനെയാണ് ടെസ്റ്റ് റിസൾട്ട്സ് ജനറേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം, എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇത് ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞ 8 ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സ്. അടുത്ത ടെസ്റ്റ് വെയർ ആണ്. സോ ഞാൻ ജസ്റ്റ് ജനറൽ ആയിട്ടൊന്ന് ഓൾറെഡി പറഞ്ഞിരുന്ന ടെസ്റ്റ് വെയർ, അതായത് നമുക്ക് ടെസ്റ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാവുന്ന ചില റിസോഴ്സസ്, ടെസ്റ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള ഡാറ്റ ഓർ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന റിസോഴ്സസിന് പറഞ്ഞ പേരാണ് ടെസ്റ്റ് വെയർ. സോ നമ്മൾ പഠിച്ചല്ലോ ഡിഫറെന്റ് ടെസ്റ്റ് ആക്ടിവിറ്റീസ്. സോ ഓരോ ടെസ്റ്റ് ആക്ടിവിറ്റിയിലും യൂസ് ചെയ്യാവുന്ന ചില ടെസ്റ്റ് വെയേഴ്സ് ഉണ്ട്. സോ അതാണ് പഠിക്കാൻ വേണ്ടി പോണത് ഈ ഒരു ടോപ്പിക്കിൽ. സോ ടെസ്റ്റ് പ്ലാനിങ്ങിനകത്ത് വരുന്ന എന്തൊക്കെയാണ് ടെസ്റ്റ് വെയർ എന്ന് പറഞ്ഞാൽ, ഒന്ന് ടെസ്റ്റ് പ്ലാൻ ഉണ്ട്, അതായത് ടെസ്റ്റിംഗ് അപ്രോച്ചിനെ കാണിക്കുന്ന ഒരു ഡോക്യുമെന്റ്. ടെസ്റ്റ് ഷെഡ്യൂൾ ഉണ്ട്, അതായത് ടെസ്റ്റിംഗ് ആക്ടിവിറ്റീസിനുള്ള
ടൈം ലൈൻ ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. പിന്നെ റിസ്ക് രജിസ്റ്റർ ഉണ്ട്, അതായത് ലിസ്റ്റ് ഓഫ് റിസ്ക്, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിസ്ക് ഉണ്ടായിരിക്കും, റിസ്ക് ആൻഡ് ലൈക്ലിഹുഡ് ആൻഡ് ഇമ്പാക്ട്, പിന്നെ അതിന്റെ മിറ്റിഗേഷൻ സ്ട്രാറ്റജീസ്, അതായത് റിസോൾവ് ചെയ്യാനുള്ള രീതികൾ, തുടങ്ങിയ കാര്യങ്ങളൊക്കെയുള്ള ഡോക്യുമെന്റ് ഉണ്ടാവും. പിന്നെ എൻട്രി ആൻഡ് എക്സിറ്റ് ക്രൈറ്റീരിയ ഉണ്ട്. എൻട്രി ആൻഡ് എക്സിറ്റ് ക്രൈറ്റീരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻട്രി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ട് ആണെങ്കിൽ മാത്രമേ ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദാറ്റ് ഇസ് എൻട്രി ക്രൈറ്റീരിയ. എക്സിറ്റ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ചില പർട്ടിക്കുലർ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ടെസ്റ്റിംഗ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റും. ദാറ്റ് ഇസ് എക്സിറ്റ് ക്രൈറ്റീരിയ. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ ടെസ്റ്റ് വെയർ ആണ് ഇൻ ഫസ്റ്റ് ടെസ്റ്റ് ആക്ടിവിറ്റി, അതായത് ടെസ്റ്റ് പ്ലാനിങ്ങിനകത്ത് വരുന്നത്. സെക്കൻഡ് ടെസ്റ്റ് ആക്ടിവിറ്റി ആണ് ടെസ്റ്റ് മോണിറ്ററിംഗ് ആൻഡ് കൺട്രോൾ. അതിൽ വരുന്ന ടെസ്റ്റ് വെയർസ് ആണ് ടെസ്റ്റ് പ്രോഗ്രസ് റിപ്പോർട്ട്സ്, പിന്നെ കൺട്രോൾ ഡയറക്റ്റീവ്സ്, പിന്നെ റിസ്ക് ഇൻഫർമേഷൻ വരുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ ടെസ്റ്റ് ആക്ടിവിറ്റിയാണ് ടെസ്റ്റ് അനാലിസിസ് എന്ന് പറയുന്നത്. അതിലെ വർക്ക് പ്രൊഡക്ട്സ് എന്താണ്, അല്ലെങ്കിൽ ടെസ്റ്റ് വെയർസ് എന്തൊക്കെയാണ്, ടെസ്റ്റ് കണ്ടീഷൻസ്, അതായത് ടെസ്റ്റിങ്ങിനുള്ള ടെസ്റ്റ് കേസിനെ കണ്ടീഷൻ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നു. പിന്നെ ഡിഫക്ട് റിപ്പോർട്ട്സ് ഉണ്ടായിരിക്കും. ഇത് രണ്ടെണ്ണമാണ് ടെസ്റ്റ് വെയർസ് അതിനകത്ത് വരിക. ദെൻ ഫോർത്ത് ടെസ്റ്റ് ആക്ടിവിറ്റി ആണ് ടെസ്റ്റ് ഡിസൈനിങ് എന്ന് പറയുന്നത്. അതിൽ ആക്ച്വൽ ടെസ്റ്റ് കേസസ് ഉണ്ടല്ലോ, അത് തന്നെ ടെസ്റ്റ് വെയർ ആണ്. പിന്നെ ടെസ്റ്റ് ചാർട്ടേഴ്സ് ഉണ്ടായിരിക്കാം, കവറേജ് ഐറ്റംസ് ഉണ്ടാകാം, ടെസ്റ്റ് ഡാറ്റ റിക്വയർമെന്റ്സ്, ടെസ്റ്റ് എൻവയോൺമെന്റ് റിക്വയർമെന്റ്സ്, ഇതെല്ലാം ടെസ്റ്റ് വെയർസ് ആണ്. ഫിഫ്ത്ത് സ്റ്റെപ്പ് ആയിരുന്നു, അല്ലെങ്കിൽ ഫിഫ്ത്ത് ആക്ടിവിറ്റി ആയിരുന്നു ടെസ്റ്റ് ഇംപ്ലിമെന്റേഷന്. അതിൽ വരുന്ന ടെസ്റ്റ് വെയർസ് ആണ് ടെസ്റ്റ് പ്രൊസീജിയേഴ്സ്, അതായത് ടെസ്റ്റിംഗ് പെർഫോം ചെയ്യേണ്ട സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇൻസ്ട്രക്ഷൻസ്. പിന്നെ സ്ക്രിപ്റ്റ്സ് ഉണ്ടാവാം, അത് മാനുവൽ ടെസ്റ്റ് കേസസ് ആകാം, അല്ലെങ്കിൽ ഓട്ടോമേഷൻ സ്ക്രിപ്റ്റിംഗ് ആകാം. ടെസ്റ്റ് സ്യൂട്ട്സ് ഉണ്ടാകാം, അതായത് കളക്ഷൻ ഓഫ് ടെസ്റ്റ് കേസ് പറഞ്ഞാൽ ടെസ്റ്റ് സ്യൂട്ട്സ്. പിന്നെ ടെസ്റ്റ് ഡാറ്റ ഉണ്ട്, ടെസ്റ്റ് എക്സിക്യൂഷൻ ഷെഡ്യൂൾ ഉണ്ട്, ടെസ്റ്റ് എൻവയോൺമെന്റ് ഐറ്റംസ് ഉണ്ട്. ഇതെല്ലാം ടെസ്റ്റ് വെയർസ് ആണ് ഈ ഒരു സ്റ്റേജിൽ. സിക്സ്ത് ആക്ടിവിറ്റി ആണ് ടെസ്റ്റ് എക്സിക്യൂഷൻ. അവിടെ എന്തായിരിക്കാം ടെസ്റ്റ് വെയർസ് ആയിട്ട് വരുന്നത്? ടെസ്റ്റ് ലോഗ്, അതായത് ടെസ്റ്റ് എക്സിക്യൂഷൻ റിസൾട്ട് ഓർ ഔട്ട്കംസ് ഉണ്ടല്ലോ അത്. പിന്നെ ഡിഫക്ട് റിപ്പോർട്ട്സ് ഉണ്ട്, ഇതൊക്കെ ടെസ്റ്റ് വെയർ ആണ്. ആൻഡ് സെവൻത് സ്റ്റെപ്പിൽ ടെസ്റ്റ് കംപ്ലീഷനിൽ വരുന്ന വർക്ക് പ്രൊഡക്ട്സ് ആണ് ടെസ്റ്റ് കംപ്ലീഷൻ റിപ്പോർട്ടും ആക്ഷൻ ഐറ്റംസ്. നെക്സ്റ്റ് നമുക്ക് കാണാം ട്രേസബിലിറ്റി ബിറ്റ്വീൻ ദ ടെസ്റ്റ് ബേസിസ് ആൻഡ് ടെസ്റ്റ് വെയർ. സോ ഞാൻ അതിനെ പറയാം എന്താണ് ട്രേസബിലിറ്റി. വാട്ട് ഈസ് ട്രേസബിലിറ്റി? ട്രേസബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇൻ ടെസ്റ്റിംഗ് സിനാരിയാണ് പറയുന്നത്. ടെസ്റ്റിംഗിൽ ട്രേസബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു ട്രാക്ക് ദ ടെസ്റ്റ്. സോ അതായത് നമ്മളുടെ ടെസ്റ്റിംഗ് പ്രോസസ്സിനെ ട്രാക്ക് ചെയ്യാനുള്ള ആ ഒരു പ്രോസസ്സ്, അല്ലെങ്കിൽ ആ ഒരു എബിലിറ്റിക്ക് പറഞ്ഞ പേര് ട്രേസബിലിറ്റി എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് നമ്മൾ ആക്ച്വലി എക്സിക്യൂട്ട് ചെയ്യുന്ന ആ ടെസ്റ്റിംഗ് പ്രോസസ്സും നമുക്ക് കിട്ടിയേക്കുന്ന റിസോഴ്സസ് ഓർ പ്ലാൻസ് അനുസരിച്ച് ഉള്ള ആ ഒരു പ്രോസസ്സും തമ്മിൽ മാച്ചിങ് ആണോ, അതനുസരിച്ചിട്ടാണ് മുൻപോട്ട് പോകുന്നത്, ആ പ്രോഗ്രസ് എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു കണക്ഷൻസ്. അതുപോലെ തന്നെ നമ്മൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു 50 ടെസ്റ്റ് കേസസ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ബട്ട് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തത് എത്രയാണ്, ഒരു 40 മാത്രമായിട്ടുള്ളെങ്കിൽ ദാറ്റ് മീൻസ് ട്രേസബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും അതൊക്കെയാണ് എക്സിക്യൂട്ട് ചെയ്യാത്തതെന്നൊക്കെ ഉണ്ട്. സോ ഇങ്ങനെയുള്ള മെഷർമെന്റ്സ് ഒക്കെ എടുക്കാനായിട്ട് പറ്റും ഇഫ് യു ആർ ഫോളോയിങ് ട്രേസബിലിറ്റി. സോ ട്രേസബിലിറ്റിയിൽ നമ്മൾ ഒരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യിക്കണം ബിറ്റ്വീൻ ദ എലമെന്റ്സ് ഇൻ ദ ടെസ്റ്റ് പ്രോസസ്. സോ എന്തൊക്കെ എലമെന്റ്സ് ആണ്? ഒന്ന് ടെസ്റ്റ് ബേസിസും, ടെസ്റ്റ് വെയർ, ടെസ്റ്റ് റിസൾട്ട്, ടെസ്റ്റ് ഡിഫക്ട്സ്, ഇങ്ങനെയൊക്കെയുള്ള എലമെന്റ്സ് തമ്മിലൊരു കണക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ട്രേസബിലിറ്റി എന്ന് പറയുക. സോ ടെസ്റ്റ് ബേസിസ് നമ്മൾ പഠിച്ചായിരുന്നു, അതായത് നമുക്ക് ടെസ്റ്റിങ്ങിന് വേണ്ട ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന റിസോഴ്സസ്. ടെസ്റ്റ് വെയർ എന്ന് പറഞ്ഞാൽ ദ മെറ്റീരിയൽസ് ആൻഡ് ടൂൾസ് യൂസ്ഡ് ഇൻ ടെസ്റ്റിംഗ്. സോ ടെസ്റ്റിംഗ് വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആൻഡ് ടൂൾസ് ആണ് ടെസ്റ്റ് വെയറിനകത്ത് വരുന്നത്. ടെസ്റ്റ് കണ്ടീഷൻസ്, റിസ്ക്, ടെസ്റ്റ് കേസ് ഇതെല്ലാം അതിനകത്ത് വരും. പിന്നെ ടെസ്റ്റ് റിസൾട്ട്, ഡിഫക്ട്സ് ഒക്കെ തമ്മിലുള്ള കണക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രോസസ്സാണ് ട്രേസബിലിറ്റി. ഓക്കെ, സോ വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ട്രേസബിലിറ്റി? ഒന്ന് പറഞ്ഞാൽ കവറേജ് ഇവാലുവേഷൻ ആണ്. നമുക്ക് അവിടെ കവറേജ് ക്രൈറ്റീരിയ മെഷർ ചെയ്യാൻ പറ്റും, അതായത് നമ്മൾ എത്രത്തോളം ടെസ്റ്റ് കേസ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ള ആ ഒരു കാൽക്കുലേഷൻ, അല്ലെങ്കിൽ ആ ഒരു കവറേജ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. സെക്കൻഡ് തിങ് ഈസ് പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആണ്, അതായത് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ്, KPIs എന്ന് പറയും. സോ ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ടെസ്റ്റ് എഫക്റ്റീവ്നെസ് മെഷർ ചെയ്യാൻ പറ്റും. പിന്നെ എക്സാമ്പിൾസ് ഓഫ് ട്രേസബിലിറ്റി ആപ്ലിക്കേഷൻസ്, നമുക്ക് ട്രേസബിലിറ്റി ആപ്ലിക്കേഷൻ എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത് ഒന്ന് റിക്വയർമെന്റ്സ് വെരിഫിക്കേഷൻ, രണ്ടാമത് റിസ്ക് ഇവാലുവേഷൻ ആണ്. മറ്റൊരു ബെനിഫിറ്റ്സ് ഓഫ് എഫക്റ്റീവ് ട്രേസബിലിറ്റി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇമ്പാക്ട് അനാലിസിസ്. ട്രേസബിലിറ്റി വഴി നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും ദ ഇമ്പാക്ട് ഓഫ് ചേഞ്ചസ് മെയ്ഡ് ടു റിക്വയർമെന്റ്സ് ഓർ ടെസ്റ്റ് കേസസ് എൻഷുറിംഗ് ഇൻഫോം ഡിസിഷൻ മേക്കിംഗ്. സോ ടെസ്റ്റ് കേസസിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇമ്പാക്ട് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് പറ്റും ട്രേസബിലിറ്റി വഴി. ആൻഡ് ലാസ്റ്റ് ബെനിഫിറ്റ് പറഞ്ഞേക്കുന്നത് ഫസ്റ്റ് ഓഡിറ്റ്സിന് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫിഫ്ത്ത് ബെനിഫിറ്റ് ആണ് സപ്പോർട്ട്സ് IT ഗവേണൻസ്, അതായത് നമ്മുടെ ചില ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയൻസസ് ആൻഡ് ക്രൈറ്റീരിയനൊക്കെ
മീറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും ട്രേസബിലിറ്റി. നെക്സ്റ്റ് ബെനിഫിറ്റ് എൻഹാൻസ്ഡ് റിപ്പോർട്ടിംഗ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ബെനിഫിറ്റ് ആണ്. നമുക്ക് റിപ്പോർട്ടിംഗ് പോസിബിൾ ആണ് ട്രേസബിലിറ്റി വഴി. അത് ടെസ്റ്റ് പ്രോഗ്രസ് റിപ്പോർട്ട്, ടെസ്റ്റ് കംപ്ലീഷൻ റിപ്പോർട്ട്സ്. പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന പേര് പോലെ തന്നെ ഹൗ മച്ച് ഈസ് ദ പ്രോഗ്രസ്. സോ നമ്മൾ പ്ലാൻ ചെയ്തതനുസരിച്ചിട്ടാണോ ഇപ്പോൾ ആക്ച്വൽ എക്സിക്യൂഷൻ നടക്കുക എന്നുള്ള ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ടെസ്റ്റ് കംപ്ലീഷൻ റിപ്പോർട്ട്സും ജനറേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ബെനിഫിറ്റ് ഇംപ്രൂവ് കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഒക്കെ ആയിട്ട് നമുക്ക് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കാനുള്ള ചാൻസസ് അല്ലെങ്കിൽ കൂടുതൽ ഹെൽപ്പ് ചെയ്യും ട്രേസബിലിറ്റി യൂസ് ചെയ്യുവാണെങ്കിൽ. അടുത്ത ക്വാളിറ്റി അസസ്മെന്റ്. സോ ഇത്രയാണ് ബെനിഫിറ്റ്സ് ഓഫ് ട്രേസബിലിറ്റി. നെക്സ്റ്റ് ലെറ്റ്സ് സീ റോൾസ് ഇൻ ടെസ്റ്റിംഗ്. നമുക്ക് ടെസ്റ്റിംഗ് റോൾസിൽ നമുക്ക് മെയിൻ ആയിട്ട് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ടെസ്റ്റ് മാനേജേഴ്സ് ആയിട്ടും രണ്ട് ഇൻഡിവിജ്വൽസ് ഓർ നോർമൽ ടെസ്റ്റിംഗ് റോൾ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സോ വാട്ട് ഇസ് ടെസ്റ്റ് മാനേജ്മെന്റ് റോൾ? സോ ഒരു ടെസ്റ്റ് മാനേജർ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടെസ്റ്റ് പ്രോസസ്സിനെ കംപ്ലീറ്റ് ആയിട്ടുള്ള ടെസ്റ്റ് പ്രോസസ്സിനെ മാനേജ് ചെയ്യുക. അതായത് മാനേജ്മെന്റ് സൈഡാണ് വരുന്നത്, മോർ ദാൻ ദ ടെക്നിക്കൽ സൈഡ്. ആൻഡ് ദീസ് ദ ടെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. മാനേജർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ടെസ്റ്റ് പ്ലാനിങ്, മോണിറ്ററിങ്, കൺട്രോൾ, കംപ്ലീഷൻ ഇങ്ങനെയുള്ള മാനേജ്മെന്റ് സൈഡായിട്ടുള്ള വർക്ക്സ് ഒക്കെയാണ് ടെസ്റ്റ് മാനേജർ പെർഫോം ചെയ്യുന്നത്. പിന്നെ ഈ ടെസ്റ്റ് മാനേജർ എന്ന് പറഞ്ഞാലും അത് കോണ്ടെക്സ്റ്റ് ഡിപ്പെൻഡൻ്റ് ആണ്. കാരണം ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രൊജക്ട് ഓർ പ്രൊഡക്റ്റ് കോണ്ടെക്സ്റ്റ്. അതിനനുസരിച്ച് ഈ മാനേജറിന്റെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസും വേരി ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതാണ് ടെസ്റ്റ് മാനേജ്മെന്റ് റോളിന്റെ കാര്യങ്ങൾ വരുന്നത്. സെക്കൻഡ് റോളാണ് ടെസ്റ്റിംഗ് റോള്. അത് നമ്മുടെ നോർമൽ ടെസ്റ്റേഴ്സ്, ഇൻഡിവിജ്വൽസ്, അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താ? മെയിൻലി ടെക്നിക്കൽ ആയിട്ടുള്ള വർക്കാണ് ചെയ്യുന്നത്. അതായത് എഞ്ചിനീയറിംഗ് ആസ്പെക്ട്സ്, അതായത് ടെസ്റ്റ് കേസ് പ്രിപ്പയർ ചെയ്യുക, സ്ക്രിപ്റ്റ്സ് എഴുതുക, എക്സിക്യൂട്ട് ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള ആക്ടിവിറ്റീസ് ആണ് ടെസ്റ്റിംഗ് റോളിൽ വരുന്നത്. പിന്നെ നെക്സ്റ്റ് ഒരു പോയിന്റ് ആണ് റോൾ വേരിയബിലിറ്റി എന്ന് പറയുക. അതായത് ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് മേ അസ്യൂം ദീസ് റോൾസ് അറ്റ് വേരിയസ് ടൈംസ് ബേസ്ഡ് ഓൺ പ്രൊജക്ട് നീഡ്സ്. പ്രൊജക്ടിന്റെ നീഡ്സ് അനുസരിച്ച് ഈ റോൾസ് വേരി ചെയ്യാം. പിന്നെ ഓവർലാപ്പ് ഓഫ് റോൾസ്, അതായത് ഒരു പേഴ്സൺ തന്നെ രണ്ട് റോൾസും ലൈക്ക് മാനേജ്മെന്റും ടെസ്റ്റിംഗ് റോളും ഒരുപോലെ ഹാൻഡിൽ ചെയ്യാനുള്ള ചാൻസസും ഉണ്ട്. ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രൊജക്ട്. അടുത്ത റോൾ അസൈൻമെന്റ്സ് എന്ന് പറഞ്ഞാൽ roles may be taken by various positions such as team leaders, test managers, or development managers, that depending on organization structure and project requirements. So project requirement and organization structure അനുസരിച്ചിട്ടും ഈ റോൾസ്, അതായത് ടെസ്റ്റ് മാനേജ്മെന്റ് റോൾ, ടെസ്റ്റിംഗ് റോളൊക്കെ ടീം ലീഡേഴ്സിനോ മാനേജേഴ്സിനോ ഡെവലപ്മെന്റ് മാനേജേഴ്സിനോ ആർക്ക് വേണമെങ്കിലും പെർഫോം ചെയ്യാനായിട്ട് പറ്റും. അത് പറഞ്ഞപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ഓർഗനൈസേഷനെ, അവരുടെ ആ പ്രൊജക്ടിനെ മാത്രമായിട്ടായിരിക്കും. എങ്കിലും മെയിൻ ആയിട്ടുള്ള ഒരു ഓവറോൾ ക്ലാസിഫിക്കേഷൻ ആണ് ഇപ്പോൾ പറഞ്ഞത് ടെസ്റ്റ് മാനേജ്മെന്റും ടെസ്റ്റിംഗ് റോളാണ്. ഓക്കെ, നെക്സ്റ്റ് എസൻഷ്യൽ സ്കിൽസ് ആൻഡ് ഗുഡ് പ്രാക്ടീസ് ഇൻ ടെസ്റ്റിംഗ് ആണ്. സോ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ മാത്രമൊന്നും ഇല്ല, ജസ്റ്റ് വായിച്ചത് മനസ്സിലാവുന്നതാണ് എന്തൊക്കെയാണ് സ്കിൽസ് എന്ന്. ജസ്റ്റ് റീഡ് ചെയ്ത് പോകാം. ടെസ്റ്റിംഗ് നോളജ്, തറോനെസ്, കെയർഫുൾനെസ്, ക്യൂരിയോസിറ്റി, അറ്റൻഷൻ ടു ഡീറ്റെയിൽസ്, ബീയിങ് മെത്തോഡിക്കൽ, good communication skills, active listening, being a team player, analytical thinking, critical thinking, creativity, technical knowledge, domain knowledge. സോ ഇത്രയാണ് ബേസിക് ആയിട്ട് ഒരു ടെസ്റ്റിംഗ് എഞ്ചിനീയർക്ക് വേണ്ട സ്കിൽസ്. നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ ചാലഞ്ചസ്. ടെസ്റ്റേഴ്സിന് മിക്കപ്പോഴും തന്നെ ബ്ലെയിമിങ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം അവരുടെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ബഗ്ഗായിട്ട് തോന്നാം, അപ്പോൾ റിപ്പോർട്ട് ചെയ്യാം. ചിലപ്പോൾ അവർക്ക് ഐഡന്റിഫൈ ചെയ്യാതെ പോകുന്ന ചില ബഗ്സ് കാണും, അപ്പോൾ അതിന്റെ ബ്ലെയിമിങ് ഇവർക്ക് വരും. സോ ഇങ്ങനെ കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു വർക്കാണ് ടെസ്റ്റർക്ക് വരുന്നത്. പിന്നെ കൺസ്ട്രക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഡിഫെക്ട്സ് ഇസ് എസെൻഷ്യൽ ടു മിറ്റിഗേറ്റ് നെഗറ്റീവ് പെർസെപ്ഷൻസ് അബൌട്ട് ടെസ്റ്റിംഗ്. പിന്നെ അഡ്രസ്സിംഗ് കൺഫർമേഷൻ ബയാസ് ഇസ് ഇമ്പോർട്ടൻറ്റ് വെൻ കൺവേയിങ് ഇൻഫർമേഷൻ ദാറ്റ് മേ ചാലഞ്ച് എക്സിസ്റ്റിംഗ് ബിലീഫ്സ്. ഇതാണ് കമ്മ്യൂണിക്കേഷൻ ചാലഞ്ചസ് ആണ് പറഞ്ഞേക്കുന്നത്. മെയിൻലി ഇത്ര ഓർത്താൽ മതി. ടെസ്റ്റേഴ്സിന് മിക്കപ്പോഴും തന്നെ ഒരു ബ്ലെയിമിങ് സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാകാം, മെയിനായിട്ട് നമ്മൾ ക്രിട്ടിക്കൽ ഫീഡ്ബാക്ക് ഒക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോഴത്തേക്കും. നെക്സ്റ്റ് ടെസ്റ്റിങ്ങിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു അപ്രോച്ചാണ് ഓൾ ടീം അപ്രോച്ച് എന്ന് പറയുന്നത്. സോ അവിടുത്തെ മെയിൻ ഇമ്പോർട്ടൻറ്റ് ഒരു ഫാക്ടർ അല്ലെങ്കിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടീം കൊളാബറേഷൻ ആണ്. Emphasize that any team member with the right skills can perform any task, fostering shared responsibility for quality. അതായത് നമ്മുടെ ടീമിലെ ഇന്നയാൾ ഇതിന്റെ റെസ്പോൺസിബിലിറ്റി മാത്രം ചെയ്യാവൂ എന്ന അങ്ങനെ ഒരു ഡിസിഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു തോട്ടിന് അപ്പുറമായിട്ട് റൈറ്റ് സ്കിൽസ് ഉള്ള ഏത് ടീം മെമ്പർക്കും ഏത് ടാസ്കും പെർഫോം ചെയ്യാൻ പറ്റും. ഇറ്റ് ഇസ് ടീം കൊളാബറേഷൻ.
സോ ഹോൾ ടീം അപ്രോച്ചിന്റെ മെയിൻ ബാക്ക് ബോൺ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ആണ് ടീം കൊളാബറേഷൻ. നെക്സ്റ്റ് ഇസ് കോലൊക്കേഷൻ ആണ്. കോലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ടീം മെമ്പേഴ്സ് ഒന്നെങ്കിൽ വിർച്വലായിട്ട് അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് ഒരു സ്പേസ് ഷെയർ ചെയ്യുക. സോ ഇറ്റ് വിൽ എൻഹാൻസ് ഓർ ഇംപ്രൂവ് ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ ടീം മെമ്പേഴ്സ്. അതാണ് കോലൊക്കേഷൻ. അതിപ്പം സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പം നമുക്ക് തന്നെ വിർച്വലായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ ടീംസ് മീറ്റിംഗ്സ് ഡെയിലി വെക്കുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇംപ്രൂവ് ഡൈനാമിക്സ് ഉണ്ട്. ദിസ് അപ്രോച്ച് എൻഹാൻസസ് ടീം dynamics and create synergy by leveraging diverse skill sets for the project's benefits. Collaboration with stakeholders, testers, stakeholders ആയിട്ട് കൂടുതൽ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് വഴി അതൊരു കംപ്ലീറ്റ് ടീമായിട്ട് അങ്ങനത്തെ ഒരു തോട്ട് വരുന്നു. അതുവഴി നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും നമ്മുടെ പ്രോസസ്സുകൾ. നോളജ് ട്രാൻസ്ഫർ, ടെസ്റ്റേഴ്സ് അവരുടെ എക്സ്പീരിയൻസ് അനുസരിച്ചുള്ള അവരുടെ നോളജ് മറ്റു ടീം മെമ്പേഴ്സിന്റെ ഷെയർ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ പ്രൊജക്റ്റിന്റെ ഓർ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റിനെ പോസിറ്റീവായിട്ട് ഗ്രോ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് കോണ്ടക്ച്വൽ കൺസിഡറേഷൻസ്. സോ ഇത്തരം ബെനിഫിറ്റ്സ് ഒക്കെ ഈ ഹോൾ ടീം അപ്രോച്ച് ഉണ്ടെന്ന് പറഞ്ഞാലും ഈ ഹോൾ ടീം അപ്രോച്ച് എപ്പോഴും സ്യൂട്ടബിൾ ആയിരിക്കണമെന്നില്ല. മെയിൻ ആയിട്ട് വരുന്നത് സേഫ്റ്റി ക്രിട്ടിക്കൽ പ്രൊജക്ട്സ്, ഗ്രേറ്റർ ഡിഗ്രി ഓഫ് ടെസ്റ്റ് ഇൻഡിപെൻഡൻസ് മൈറ്റ് റിക്വയർഡ്. അതായത് സേഫ്റ്റി ക്രിട്ടിക്കൽ പ്രൊജക്ട്സ്, കൂടുതൽ സെക്യൂരിറ്റി ആവശ്യമുള്ള, കൂടുതൽ കോൺഫിഡൻഷ്യാലിറ്റി ആവശ്യമുള്ള പ്രൊജക്ട്സിലൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ഇൻഡിപെൻഡന്റ് ആയിട്ട് അവിടെ ആൾക്കാർ വർക്ക് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. സോ അങ്ങനെയൊക്കെയുള്ള കേസസിൽ നമുക്ക് ഈ ഒരു ഹോൾ ടീം അപ്രോച്ച് പോസിബിൾ ആയിട്ടൊരു കാര്യമല്ല. നെക്സ്റ്റ് പോയിന്റ് ഓർ നെക്സ്റ്റ് ടോപ്പിക്, ഇൻഡിപെൻഡൻസ് ഓഫ് ടെസ്റ്റിംഗ്. സോ ഇൻഡിപെൻഡൻസ് ഓഫ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഥർ മീൻസ് ദ പേഴ്സൺ ഹു റിട്ടേൺ ദ കോഡ് or who develop the application. So ആരാണ് ഡെവലപ്പ് ചെയ്ത ആപ്ലിക്കേഷൻ ആ ഒരു വ്യക്തിയാണ് ഓഥർ എന്ന് പറയുക. സോ ഈ ഓഥറും ടെസ്റ്ററും തമ്മിലുള്ള ആ ഒരു റിലേഷൻ, അപ്പം ആ ഒരു റിലേഷൻഷിപ്പ് കൺസിഡർ ചെയ്യുക. അവർ ടെസ്റ്റർ ഓഥറുമായിട്ട് വലിയ ഒരു റിലേഷൻഷിപ്പ് ഇല്ലാതെ അയാളുടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യുന്ന ടെസ്റ്റാണ് ഇൻഡിപെൻഡൻസ് ഓഫ് ടെസ്റ്റിംഗ് ഉദ്ദേശിച്ചേക്കുന്നത്. സോ എന്താണ് ഇങ്ങനെ ഒരു ഇൻഡിപെൻഡൻസ് ഓഫ് ടെസ്റ്റിംഗ് പെർഫോം ചെയ്യുമ്പോൾ എന്താണ് എഫക്റ്റീവ്നെസ് ഇൻ ഡിഫക്ട് ഡിറ്റക്ഷൻ? അതിന്റെ ആൻസർ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു എക്സ്പ്ലനേഷൻ ആണ് പറയുന്നത്, എ ഡിഗ്രി ഓഫ് ഇൻഡിപെൻഡൻസ് എൻഹാൻസസ് ദ ടെസ്റ്റേഴ്സ് എബിലിറ്റി ടു ഫൈൻഡ് ഡിഫെക്ട്സ് ആസ് ഡിഫറെന്റ് കോഗ്നിറ്റീവ് ബയാസസ് ബിറ്റ്വീൻ ദി ഓഥർ ആൻഡ് ദ ടെസ്റ്റർ ക്യാൻ റിവീൽ ഇഷ്യൂസ് ദാറ്റ് മേ ബി ഓവർലുക്ക്ഡ് ബൈ ദ ഓഥർ. സോ ഇങ്ങനൊരു ഇൻഡിപെൻഡൻസ് ഉണ്ടെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. ഒരു ഓഥറും ടെസ്റ്ററും തമ്മിലുള്ള ഒരു ബയാസ് ഇല്ലാതെ ആ ഒരു നമ്മുടെ ടെസ്റ്റ് എക്സിക്യൂഷൻ പെർഫോം ചെയ്യാൻ ഇറ്റ് ഈസ് ബെറ്റർ. ലെവൽസ് ഓഫ് ഇൻഡിപെൻഡൻസ് നോക്കാം. സോ ദർ ആർ ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഇൻഡിപെൻഡൻസ് ഉണ്ട്. നോ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ ഓഥർ അയാളുടെ വർക്ക് സ്വന്തമായിട്ട് തന്നെ ടെസ്റ്റ് ചെയ്യുന്നു, ദർ ഇസ് നോ സ്പെസിഫൈഡ് ടെസ്റ്റർ. സം ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ പിയേഴ്സ് ഫ്രം ദ സെയിം ടീം ടെസ്റ്റ് ഈച്ച് അതേഴ്സ് വർക്ക്. സോ ആ ടീം മെമ്പേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ വർക്ക് ചെക്ക് ചെയ്യുക. ആൻഡ് സം ഇൻഡിപെൻഡൻസ്. ഹൈ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റേഴ്സ് ഫ്രം ഔട്ട്സൈഡ് ദ ഓതേഴ്സ് ടീം ടെസ്റ്റ് വിതിൻ ദ സെയിം ഓർഗനൈസേഷൻ. നമ്മുടെ സെയിം കമ്പനിയിലുള്ള ആൾക്കാർ തന്നെ ആയിരിക്കാം, പക്ഷെ ഔട്ട്സൈഡ് ദ ടീം ആയിരിക്കാം അവർ ടെസ്റ്റ് ചെയ്യുന്നത്. വെരി ഹൈ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷന് പുറത്തുനിന്നുള്ള ആൾക്കാരെ വെച്ചുകൊണ്ട് ടെസ്റ്റ് ചെയ്യുന്നതാണ് വെരി ഹൈ ഇൻഡിപെൻഡൻസ്. ബെനിഫിറ്റ്സ് ഓഫ് ഇൻഡിപെൻഡൻസ് നോക്കാം. അവിടെ മെയിനായിട്ട് 2 പോയിന്റ്സ് ആണ് വരുന്നത്. ഡൈവേഴ്സ് പെർസ്പെക്റ്റീവ്സും ചാലഞ്ചിങ് അസംഷൻസും ആണ്. വാട്ട് ഇസ് ഡൈവേഴ്സ് പെർസ്പെക്റ്റീവ്സ്? Independent testers can identify different failures and defects due to varied backgrounds and technical views. So independent testers-ന് different levels നിന്ന് think ചെയ്യാൻ പറ്റും ഡിഫക്ട്സിനെ കുറിച്ച്. കാരണം എന്താ, അവർക്കെല്ലാവർക്കും ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കാം, ഡിഫറെന്റ് എക്സ്പീരിയൻസ്, ഡിഫറെന്റ് ടെക്നിക്കൽ വ്യൂസ്, അവരുടെ ഡിഫറെന്റ് വർക്കിംഗ് നോളജ്, ഇങ്ങനെയൊക്കെയുള്ള അവരുടെ സ്കിൽസ് യൂസ് ചെയ്തുകൊണ്ട് അവർക്ക് ഓരോരുത്തർക്കും ഡിഫറെന്റ് രീതിയിൽ ചിന്തിക്കാനുള്ള എബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ഫെയിലേഴ്സും ഡിഫക്ട്സും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. സെക്കൻഡ് ബെനിഫിറ്റ് ആണ് ചാലഞ്ചിങ് അസംഷൻസ്. അവർക്ക് ഇവിടെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്, അത് കൂടുതൽ ഫ്രീഡം അവർക്ക് ഇവിടെ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ അവർക്ക് ഏതൊരു കാര്യത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ടുള്ള ആ ഒരു എന്താ പറയാ ആ ഒരു ക്യാപ്പബിലിറ്റി ഉണ്ട്. സോ ചാലഞ്ചിങ് അസംഷൻസ് ആണ് അനദർ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ. ഈ ബെനിഫിറ്റ്സ് ഇത്രയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ദർ ആർ ഫ്യൂ ഡ്രോബാക്സ് ഓൾസോ. എന്താണ് ഡ്രോബാക്സ്? ഫസ്റ്റ് വൺ ഇസ് ഐസൊലേഷൻ റിസ്ക്. സോ ഇൻഡിപെൻഡന്റ് ടെസ്റ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. സോ ദർ ഇസ് നോ ടീം കൊളാബറേഷൻ. സോ അതുവഴി കുറെ ഇഷ്യൂസ് വരും, ലൈക്ക് മിസ്കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. റെസ്പോൺസിബിലിറ്റി ഫോർ ക്വാളിറ്റി. ഡെവലപ്പേഴ്സ് might feel less
accountable for the quality of their work if they perceive testing as entirely as testers' responsibility. So developers അവിടെ ചിന്തിക്കാൻ ചാൻസ് ഉണ്ട് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ടെസ്റ്റേഴ്സിന്റെ മാത്രം റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ള ആ ഒരു തോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി കുറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ആരുടെ ഡെവലപ്പേഴ്സിന്റെ. ആൻഡ് തേർഡ് ഡ്രോബാക്ക് ഇസ് ബോട്ടിൽനെക്ക് പൊട്ടൻഷ്യൽ ആണ്. ഇൻഡിപെൻഡന്റ് ടെസ്റ്റേഴ്സ് testing process in a maybe different testers may be viewed as a bottleneck in the testing process, leading to frustration and blame for delay in product releases. So independent working with the frustrations and problems in the chance another very product release in the delay ki karanamagum. So through drawbacks of independence. And let's finish the module 1. So I think എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. വളരെ സിമ്പിൾ ആണ് ടോപ്പിക്സ് കവർ ചെയ്തത്. പിന്നെ ഇതിനെ പറഞ്ഞല്ലോ നമ്മൾ കുറെ പോയിന്റ്സ് ബൈ ഹാർട്ട് ചെയ്യാനുള്ള കാര്യമാണ്. സോ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ ഈ PPT കൂടി 1, 2, 3 തവണ നിങ്ങൾ ഗോ ത്രൂ ചെയ്യുക. ദെൻ നിങ്ങൾ ആ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ ആ മെറ്റീരിയലും നന്നായിട്ട് വായിക്കുക. സോ എനിക്ക് ഇത്രയും ചെയ്യുവാണെങ്കിൽ 100% വീണ്ടും അഷുർ ചെയ്യുകയാണ് we can pass the exam in the first attempt. നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ നിങ്ങൾക്ക് പാസ്സാകാനായിട്ട് പറ്റും. ഓക്കെ, സോ താങ്ക് യു ഫോർ യുവർ ടൈം. നമ്മുടെ മൊഡ്യൂൾ 2 അടുത്ത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതുവരെ നമുക്ക് മൊഡ്യൂൾ 1 പ്രിപ്പയർ ചെയ്യാം, പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. അതുപോലെ ചാനൽ കണ്ടിട്ടുള്ളത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി വീണ്ടും റിക്വസ്റ്റ് ചെയ്യുകയാണ്. ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. വീഡിയോസ് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.